ഹരേ കൃഷ്ണ. അനന്തപത്മനാഭ സത്സംഗത്തിലെ എല്ലാ ഭക്തന്മാർക്കും, ശ്രീകൃഷ്ണ കർണാമൃതം ഗ്രൂപ്പിലെ എല്ലാ ഭക്തന്മാർക്കും, ഈ ഓൺലൈൻ ക്ലാസ്സിൽ നമ്മളോടൊപ്പം പങ്കെടുക്കുന്ന എല്ലാ ഭക്തന്മാർക്കും വീണ്ടും ഒരു രാമായണം ക്ലാസ്സിലേക്ക് വളരെ ഹാർദവമായ സ്വാഗതം. നമ്മൾ രാമായണം കേട്ട് കിഷ്കിന്ധാകാന്ഡം വരെ എത്തിയിരിക്കുന്നു. കിഷ്കിന്ധാകാന്ഡത്തിലെ വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു ഭാഗത്താണ് നമ്മൾ എത്തി നിൽക്കുന്നത്. കഴിഞ്ഞ ആഴ്ച സുഗ്രീവൻ ചെന്ന് വാലിയെ വെല്ലുവിളിച്ചു. രാമചന്ദ്രമൂർത്തി നൽകിയ വാക്കിന്റെ ബലത്തിലാണ് സുഗ്രീവൻ എന്ത് ചെയ്തത്? പോയി വെല്ലുവിളിച്ചത്. അവിടെ ചെന്ന് രാമചന്ദ്രമൂർത്തി എന്ത് ചെയ്യുന്നു? ഈ സഹോദരന്മാർ തമ്മിലുള്ള യുദ്ധം കണ്ടുകൊണ്ടിരിക്കുന്നു. പല്ലും നഖവും ഉപയോഗിച്ച് പരസ്പരം പോരടിക്കുന്ന ആ സഹോദരന്മാരെ കാണുമ്പോൾ രാമചന്ദ്രമൂർത്തിക്ക് സ്വന്തം സഹോദരനെ ഓർമ്മ വരുന്നു, ഭരതനെ. തനിക്ക് വേണ്ടിയിട്ട് മരിക്കാൻ പോലും തയ്യാറായിട്ട് നിൽക്കുന്ന സ്വന്തം സഹോദരനെ കുറിച്ചാണ് ആര് ഓർക്കുന്നത്? രാമചന്ദ്രമൂർത്തി ഓർക്കുന്നത്. ലക്ഷ്മണനോട് അതിനെക്കുറിച്ച് പറയുന്നു. സഹോദരന്മാർ തമ്മിൽ എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്നതിനെ കുറിച്ച് പറയുന്നു. അതേസമയം സുഗ്രീവൻ അവിടെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? അടി കൊടുത്തും അടി വാങ്ങിയും വശായിക്കൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം എന്ത് സംഭവിക്കുന്നു? സുഗ്രീവൻ അടികൊണ്ട് സുഗ്രീവൻ ചതഞ്ഞ് അവസാനം സുഗ്രീവൻ എന്ത് ചെയ്യുന്നു? ആഗ്രഹത്തോടുകൂടി രാമചന്ദ്രമൂർത്തിയെ നോക്കിയതും രാമചന്ദ്രമൂർത്തിയെ കാണാനില്ല. കാരണം കഥ പറഞ്ഞ് സുഗ്രീവനെ നോക്കി ശ്രദ്ധിച്ച് ഇരുന്നിട്ടും രാമചന്ദ്രമൂർത്തി എഴുന്നേറ്റ് പോയി, ഒന്നും ചെയ്യാതെ. അതിന്റെ പിന്നാലെ ലക്ഷ്മണനും പോയി, ഹനുമാനും തരുവും നളനും നീലനും എല്ലാം പോയി. ഇത് കണ്ടതും ആത്മവിശ്വാസം നൽകിയ ആള് തന്നെ അവിടെ നിന്ന് എണീറ്റ് പോയപ്പോ എന്ത് സംഭവിച്ചു? സുഗ്രീവന്റെ ആത്മവിശ്വാസം പിന്നെ എവിടെ ഉണ്ടാവാൻ? അതുകൊണ്ട് സുഗ്രീവൻ എന്ത് ചെയ്യുന്നു? വളരെ കഷ്ടപ്പെട്ട് വാലിക്കിട്ട് ഒറ്റ ചവിട്ട് കൊടുത്തിട്ട് അവിടെ നിന്ന് വേഗത്തിൽ ഓടാൻ തുടങ്ങി. എവിടേക്ക്? വാലി കയറാമല, ഋഷിമുഖ പർവ്വതത്തിലെ തന്റെ സുരക്ഷിത സ്ഥാനത്ത് എത്തിപ്പെട്ടു. വളരെ കഷ്ടപ്പെട്ട് ഇടികൊണ്ട് ചതഞ്ഞ ശരീരവുമായിട്ട് സുഗ്രീവൻ അവിടെ ചെന്നെത്തി. സുഗ്രീവന് ചോദ്യമുണ്ടായിരുന്നു, എന്തിനാണ് ഇങ്ങനെ വാക്ക് തെറ്റിച്ചത്? രാമചന്ദ്രമൂർത്തി പറഞ്ഞു, നീയും വാലിയും തമ്മിൽ ഒരു വ്യത്യാസവും എനിക്ക് കാണാൻ പറ്റുന്നില്ല. ആ പറഞ്ഞതിന് രണ്ട് അർത്ഥമുണ്ടായിരുന്നു. ആ പറഞ്ഞത് സുഗ്രീവൻ മനസ്സിലാക്കിയത് തനിക്കും വാലിയെയും തമ്മിൽ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് രാമചന്ദ്രമൂർത്തിക്ക് എന്തെങ്കിലും ഒരു കാര്യം വേണം. അപ്പൊ എന്താണ് ആ മാർഗം? ലക്ഷ്മണന്റെ മുന്നിൽ പോയാൽ മതി. ലക്ഷ്മണൻ ഒരു പുഷ്പഹാരം അണിയിച്ചു തരും. അത് അണിയുമ്പോ എനിക്ക് മനസ്സിലാകും ആര് നീ സുഗ്രീവനാണ് എന്നും മറ്റത് വാലിയാണെന്നും മനസ്സിലാകും. പക്ഷെ അതിന് വീണ്ടും ഒരർത്ഥമുണ്ടായിരുന്നു എന്ന് ഹനുമാൻ തരുവിന് പറഞ്ഞു കൊടുക്കുന്നു. എന്താണ്? വാലിയും സുഗ്രീവനും തമ്മിൽ എന്താണ് വ്യത്യാസം? ആ ആദരിക്കാത്ത, അതായത് സുപ്രീം ആൾക്കാരെ, അല്ലെങ്കിൽ സുപ്പീരിയർ ആയിട്ടുള്ള ആൾക്കാരെ, അല്ലെങ്കിൽ തന്നേക്കാൾ ആധ്യാത്മികമായിട്ടും ബൗദ്ധികമായിട്ടും ശാരീരികമായിട്ടും ഉന്നതരായിട്ടുള്ള വ്യക്തികളെ ആദരിക്കാത്ത സ്വഭാവമാണ് വാലിയുടേത്. അതേ സ്വഭാവം തന്നെയാണ് ലക്ഷ്മണനോട് അനാദരവ് പ്രകടിപ്പിച്ചുകൊണ്ട് ആര് കാണിച്ചത്? സുഗ്രീവൻ കാണിച്ചത്. ഒരു രാജ്യത്തിന്റെ രാജാവാകണമെന്നുണ്ടെങ്കിൽ മുതിർന്നവരെ അനാദരിക്കുക എന്ന് പറയുന്നത് ആ രാജാവിന് ശോഭ നൽകുന്ന ഒന്നല്ല. അതുകൊണ്ട് ഈ ഒരു സ്വഭാവം മാറ്റാൻ വേണ്ടിയിട്ടാണ് ലക്ഷ്മണനോടുള്ള അനാദരവിനെ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, അതിനെ തിരിച്ച്, അല്ലെങ്കിൽ അതിനെ ആ തെറ്റിനെ തിരുത്താൻ വേണ്ടിയിട്ടാണ് രാമചന്ദ്രമൂർത്തി സുഗ്രീവന് ആ പണിഷ്മെന്റ് കൊടുത്തത്. സുഗ്രീവൻ ഇത് അറിഞ്ഞില്ല എങ്കിലും രാമചന്ദ്രമൂർത്തിയുടെ ആക്ഷന്റെ, അല്ലെങ്കിൽ ഈ പ്രവൃത്തിയുടെ അർത്ഥം ആർക്ക് മനസ്സിലായി? ഹനുമാൻ മനസ്സിലാക്കി. അത് ബാക്കിയുള്ളവർക്ക് പറഞ്ഞു കൊടുത്തു. അങ്ങനെ സുഗ്രീവൻ ലക്ഷ്മണന് മുന്നിൽ ചെന്ന് തലകുനിച്ചു. ലക്ഷ്മണൻ ഒരു പുഷ്പഹാരം സുഗ്രീവനെ അണിയിച്ചു. വർദ്ധിച്ച ഊർജത്തോടുകൂടി സുഗ്രീവൻ നിൽക്കുന്നത് കണ്ടപ്പോ രാമചന്ദ്രമൂർത്തി പറയുന്നു, നോക്കൂ, സൂര്യൻ താരക ഗണങ്ങളോടൊപ്പം ഒരുമിച്ച് ഉദിച്ചു വരുന്നത് പോലെയാണ് തോന്നുന്നത്. എന്ന് എന്ത് പറയുന്നു? രാമചന്ദ്രമൂർത്തി പറയുന്നു. അപ്പോ രാമചന്ദ്രമൂർത്തി ഈ പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? ആ രാജ്യത്തെ അതിന്റെ നിമിത്തം എന്താണെന്ന് വെച്ചാൽ, അങ്ങനെ ഒരു വാക്ക് ഉപയോഗിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ആ രാജ്യം ഭരിക്കുന്ന രാജാവ് ഉടനടി മരിക്കുന്നതായിരിക്കും. അതായത് വാലിയുടെ മരണം സുനിശ്ചിതമാണ് എന്നാണ് രാമചന്ദ്രമൂർത്തി പറഞ്ഞിരിക്കുന്നത് എന്ന് എല്ലാവർക്കും മനസ്സിലാകുന്നു. അങ്ങനെ ഉത്സാഹത്തോടു കൂടി സുഗ്രീവൻ അന്നത്തെ ദിവസം രണ്ടാമതും വാലിയോട് യുദ്ധം ചെയ്യാൻ വേണ്ടി പുറപ്പെടുന്നു. ഇനി എന്താണ് സംഭവിക്കുക എന്ന് നമുക്ക് ക്ലാസ്സിൽ കേൾക്കാം.
അപ്പോൾ തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് ചെറിയൊരു കീർത്തനം ചെയ്യാം. ഭഗവാന്റെയും ഗുരുവിന്റെയും കാരുണ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കാം. ശ്രീരാം ജയ രാം ജയ ജയ രാം, 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 ശ്രീരാം ജയ രാം ജയ ജയ രാം. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ. നമോ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിന്നിതി നാമിനി. നമസ്തേ സരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. എങ്ങോട്ട് പോവുകയാണ്? വീണ്ടും രണ്ടാമത് കിഷ്കിന്ധയുടെ പ്രവേശന കവാടത്തിലേക്ക്. എന്തിന്? സുഗ്രീവൻ വാലിയെ വെല്ലുവിളിക്കാൻ വേണ്ടിയിട്ട്. കൂടെ ആരൊക്കെയുണ്ട്? രാമചന്ദ്രമൂർത്തി, ലക്ഷ്മണൻ. ഇപ്പൊ സുഗ്രീവൻ ലക്ഷ്മണനെ ആദരിച്ചത് കാരണം രാമചന്ദ്രമൂർത്തി കൂടുതൽ പ്രസന്നനാണ്, ലക്ഷ്മണനും പ്രസന്നനാണ്, സുഗ്രീവൻ അതിനേക്കാൾ പ്രസന്നനാണ്. അതെല്ലാം അറിഞ്ഞുകൊണ്ട് ഹനുമാനും നളനും നീലനും തരവും ഇവരെല്ലാവരും വളരെയധികം സന്തോഷത്തോടുകൂടി പോവുകയാണ് വീണ്ടും അതേ സ്ഥലത്തേക്ക്. അവിടെ നിന്നും തിരിച്ച് ഇനി ഒരു വരവ് ഉണ്ടാകരുത് എന്ന് ആഗ്രഹിച്ചിട്ടാണ് എല്ലാവരും അങ്ങോട്ട് പോകുന്നത്. അവിടെ നിന്നും കുറച്ച് ദൂരമുണ്ട്. എത്രയാണ്? ഏകദേശം 3 യോജന നടക്കാനുണ്ട് കിഷ്കിന്ധയിലേക്ക് എന്നാണ് പറയുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞു ആദ്യത്തെ യുദ്ധം 3 യോജന കഴിഞ്ഞിട്ടാണ് കിഷ്കിന്ധയുടെ പ്രവേശന കവാടം എന്ന് പറയുന്നത്. അപ്പൊ 3 യോജന എന്ത് ചെയ്യുന്നു? അവർ നടക്കുന്ന സ്ഥലത്ത് ആ നടന്നു പോകുന്ന വഴിയിൽ നീലനാണ് ആദ്യം ഒരു കാര്യം കണ്ടത്. എന്താണ്? നീലന് ഭയങ്കര അത്ഭുതം ആയിട്ടുള്ള ഒരു കാര്യം കാണായി. നീലൻ നോക്കുമ്പോ രാമചന്ദ്രമൂർത്തി നടന്നു പോകുന്ന വഴിയില് ഈ പൂത്തു നിൽക്കുന്ന വൃക്ഷങ്ങളെല്ലാം എന്ത് ചെയ്യുന്നു? അതിന്റെ ശിഖരങ്ങളെല്ലാം താഴ്ത്തി അദ്ദേഹത്തെ വണങ്ങുന്നത് പോലെ. ദൂരെ നിന്ന് നോക്കുന്ന സാധാരണ ആൾക്കാർക്ക് എന്ത് തോന്നും? ആ മരങ്ങളെല്ലാം ആ പൂക്കളുടെ ഭാരം താങ്ങാനാവാതെ എങ്ങനെ കുനിഞ്ഞു നിൽക്കുന്നത് പോലെ തോന്നി. പക്ഷേ ഭക്തന്മാർക്കറിയാം അത് ശ്രീരാമചന്ദ്രമൂർത്തിയോടുള്ള ആദരവ് പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ആ മരങ്ങളെല്ലാം അങ്ങനെ നിൽക്കുന്നത് എന്ന്. ഇത് കാണുമ്പോ നീലനും ബാക്കിയുള്ള അവരെല്ലാം വിളിച്ചു കാണിച്ചു. നീലൻ എല്ലാവരുടെയും തോളിൽ തട്ടി നോക്ക് അങ്ങോട്ട് നോക്ക്, അത്ഭുതകരമായിട്ടുള്ള കാഴ്ച കണ്ടോ എന്നൊക്കെ നീലൻ കാണിക്കുന്നു. എന്തിനു പോവുക? യുദ്ധത്തിന് പോവുകയാണ്. പക്ഷെ പോണ വഴിയിലും അവരെന്ത് ചെയ്യുന്നില്ല, അവർ വളരെയധികം ആൻഷ്യസ് ആയിട്ട് ടെൻഷനോടെ പോകുന്നില്ല. കാരണം ആരാണ് അവരുടെ കൂടെ ഉള്ളത്? ഭഗവാനാണ് അവരുടെ കൂടെ ഉള്ളത്. അതുകൊണ്ട് അവർക്ക് ആശങ്കയ്ക്ക് വകയില്ല. അപ്പോ പോകുന്ന വഴിയില് പെട്ടെന്ന് രാമചന്ദ്രമൂർത്തി നിന്നിട്ട് അദ്ദേഹം പടിഞ്ഞാറോട്ട് തിരിഞ്ഞു നോക്കി. എല്ലാവരും കണ്ടു, രാമചന്ദ്രമൂർത്തി നിൽക്കുന്നത് കണ്ടു. ലക്ഷ്മണനും ഹനുമാനും സുഗ്രീവനും നളനും നീലനും എല്ലാവരും അദ്ദേഹത്തിന്റെ ചുറ്റിനും കൂടി. എന്താണ് അദ്ദേഹം അങ്ങോട്ട് നോക്കുന്നത് എന്ന്.
രാമചന്ദ്രമൂർത്തി ഒരു പ്രത്യേക സ്ഥാനത്ത് ചെന്ന് നിന്നിട്ട് എന്ത് കാര്യമാണ് കണ്ടത്? അവിടെ വളരെ തിക്കായിട്ടുള്ള ഒരു ഫോറസ്റ്റ്, അതായത് വനപ്രദേശത്ത് കൂടെയാണ് അവർ പോകുന്നത്. പക്ഷെ എന്നാലും ആ വനത്തിന്റെ അന്തർഭാഗത്ത് ആർക്കും കടന്നു ചെല്ലാൻ പറ്റാത്തവണ്ണം ഭയങ്കരമായിട്ട് വൃക്ഷങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രദേശം. അതിന്റെ അകത്തേക്ക് കടക്കാൻ പോലും സാധിക്കുകയില്ല. അതുപോലെ തടവറ പോലെയുള്ള സ്ഥലമാണെന്ന് തോന്നുന്നു. അത് മാത്രമല്ല, അതിന്റെ ചുറ്റിനും വീണ്ടും ഇതിന്റെ വൃക്ഷത്തിന്റെ ഇടയിൽ എന്തെങ്കിലും തരത്തിലുള്ള ഗ്യാപ്പ് ഉണ്ടെങ്കിൽ, ആരെങ്കിലും ഒരു വിടവുണ്ടെങ്കിൽ അതും കൂടി ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് അവിടെ എല്ലാം വാഴ ഇങ്ങനെ വളർന്നു നിൽക്കുന്നതും കണ്ടു. അപ്പൊ രാമചന്ദ്രമൂർത്തി അതാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്, വളരെ കൗതുകത്തോടു കൂടി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് ഈ ഒരു ഭാഗത്തിന്റെ രഹസ്യം? എന്തോ ഒരു രഹസ്യം ഈ ഒരു ഭാഗത്തിനുണ്ട് എന്ന് അദ്ദേഹത്തിന് അറിയാം. എന്താണ് ഈ രഹസ്യം? അപ്പൊ എല്ലാവരും അവിടെ വന്ന് നിന്നു. സുഗ്രീവന് ഈ രാമചന്ദ്രമൂർത്തിയുടെ കൗതുകം കണ്ടപ്പോ എന്ത് സംഭവിച്ചു? ചിരി വന്നു. അദ്ദേഹം വളരെ കാര്യമായിട്ട്, സുഗ്രീവന്റെ താമസ സ്ഥലമാണ്, അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അവിടെ അറിയാൻ മേലാത്ത കാര്യങ്ങളൊന്നുമില്ല. സുഗ്രീവൻ ആ സ്ഥലത്തിന്റെ പ്രത്യേകത രാമചന്ദ്രമൂർത്തിക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. എന്താണ്? സുഗ്രീവൻ വളരെ പ്രത്യേകതയുള്ള സ്ഥലമാണത്. ഈ കാണുന്ന സ്ഥലം എന്ന് പറയുന്നത് ഈ കാട്ടിലെ ഏറ്റവും ദുർഘടമായിട്ടുള്ള സ്ഥലമാണ്. ആർക്കും, ദേവന്മാർക്ക് പോലും അതിൻ്റെ അകത്ത് പ്രവേശനമില്ല. ആരെങ്കിലും അതിൻ്റെ അകത്ത് പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു വരൂല എന്നാണ് പറയുന്നത്. ഈവൻ മൃഗങ്ങളും പക്ഷികളും പോലും ആ പ്രാന്തപ്രദേശത്തു കൂടി പോവാറേയില്ല. പിന്നെ ഈ സ്ഥലം എന്ന് പറയുന്നത് എന്താണ്? സപ്തഋഷിമാരുടെ തപശ്ചര്യകൾ നടക്കുന്ന സ്ഥലമാണ് എന്നാണ് സുഗ്രീവൻ പറഞ്ഞു കൊടുത്തത്. സപ്തഋഷിമാർ, 7 പ്രധാനപ്പെട്ട മഹർഷിമാർ. അവരെങ്ങനെയാണ് പേര് കേട്ടതെന്ന് അറിയാമോ? അതികഠിനമായിട്ടുള്ള, ഈ ലോകത്ത് ചെയ്യാവുന്നതിലും ഏറ്റവും കഠിനമായിട്ടുള്ള തപശ്ചര്യകൾ ചെയ്യുന്ന വ്യക്തികളാണ്. അങ്ങനെ പേര് കേട്ട വ്യക്തികളാണ് സപ്തഋഷിമാർ എന്ന്. കഠിനമായിട്ടുള്ള തപശ്ചര്യ എന്തിനു വേണ്ടിയിട്ടാണ്? അവരുടെ ആത്മീയ പുരോഗതിക്ക് വേണ്ടിയിട്ടാണ്. അവര് ശീർഷാസനത്തിൽ നിൽക്കും എന്നാണ് പറയുന്നത്. അത് ഭൂമിയിലല്ല, ജലത്തിനടിയിൽ. അപ്പോ അങ്ങനെ നിൽക്കുമ്പോ എത്ര നാള് നിൽക്കും? അവര് അങ്ങനെ ഭക്ഷണം കഴിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം ചെയ്യാൻ വേണ്ടിട്ടോ ഒന്നും ഇടയ്ക്ക് ബ്രേക്ക് പോലും എടുക്കൂല. അല്ലെങ്കിൽ അവർക്ക് ഒരു ക്ഷണനേരത്തേക്ക് പോലും ആ തപശ്ചര്യ അവർ മുടക്കുകയില്ല. വളരെ കഷ്ടപ്പെട്ട് 7 ദിവസത്തിൽ ഒരിക്കൽ മാത്രമാണ് അവര് ശ്വാസം വലിക്കുന്നത് പോലും. ആ ശ്വാസത്തിൽ നിന്നാണ് അവർക്ക് എന്ത് കിട്ടുന്നത്? ഊർജം ലഭിക്കുന്നത്. അതും ഈ ഋഷിമാര് അങ്ങനെ 700 വർഷം തപശ്ചര്യ ചെയ്തു എന്നാണ് പറയുന്നത്. അങ്ങനെയുള്ള കഠിന തപശ്ചര്യകൾ കൊണ്ട് അവർക്ക് എന്ത് ലഭിച്ചു? ഉടലോടെ സ്വർഗത്തിൽ പോകാനുള്ള അല്ലെങ്കിൽ സ്വർഗപ്രാപ്തി ലഭിച്ചു. ആക്ച്വലി ഈ കാണുന്ന സ്ഥലത്ത് അവർ ഓൾറെഡി പോയി കഴിഞ്ഞു. ആര്? ഈ സപ്തഋഷിമാര് സ്വർഗത്തിലേക്ക് ഓൾറെഡി പോയി കഴിഞ്ഞു. പക്ഷെ എന്നിട്ടും അവരുടെ തപശ്ചര്യകളുടെ ആ കഠിനമായിട്ടുള്ള ആ ഒരു പ്രത്യേകത കാരണം ഇപ്പോഴും അവർ കത്തിച്ചിരുന്ന ആ യാഗാഗ്നി അണഞ്ഞിട്ടുമില്ല. അവിടെ നിന്നും അതിമനോഹരമായിട്ടുള്ള അഭൗമമായിട്ടുള്ള സംഗീതവും വരുന്നു. വളരെ ഉജ്ജ്വലമായിട്ടുള്ള പ്രകാശവും അതിൽ നിന്നും ചെയ്തുകൊണ്ടേയിരുന്നു, വമിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ ആ യാഗാഗ്നി എന്ന് പറയുന്നതും എന്തായി മാറുന്നു? അതിൻ്റെ അകത്തു നിന്നും ഉയരുന്ന പുക വന്നിട്ട് കിഷ്കിന്ധയുടെ മേലെ മംഗളകരമായിട്ടുള്ള മഴ വർഷിച്ചുകൊണ്ടിരിക്കുന്നു, മേഘങ്ങളായിട്ട് മാറി. ഇതാണ് സുഗ്രീവൻ ആർക്ക് പറഞ്ഞു കൊടുത്തത്? രാമചന്ദ്രമൂർത്തിക്ക് പറഞ്ഞു കൊടുക്കുന്നത്. സുഗ്രീവൻ പറയുകയാണ്, ഇവിടെ ആരെങ്കിലും വന്ന് ആദരവോ അല്ലെങ്കിൽ പ്രണാമമോ നടത്തിയാൽ പിന്നെ സപ്തർഷിമാർ അവരെ അനുഗ്രഹിക്കും. എന്താണ്? ജീവിതത്തിൽ ഒരിക്കലും ശാരീരിക പീഡകൾ അവർക്ക് നേരിടേണ്ടി വരികയില്ല. നമുക്ക് രണ്ടുപേർക്കും ചെന്ന് നമ്മളുടെ രണ്ടുപേരുടെയും ഈ ഉദ്യമങ്ങൾക്ക് അവരോട് എന്ത് ചെയ്യാം? നമുക്ക് ആദരവ് അല്ലെങ്കിൽ അവരോട് പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് അനുഗ്രഹങ്ങൾ തേടാമെന്ന് പറഞ്ഞ് സുഗ്രീവൻ രാമചന്ദ്രമൂർത്തിയെയും കൂട്ടി അവിടെ ചെന്ന് ആ ദൂരെ, അതായത് അകത്ത് കയറുന്നില്ല, അവര് ദൂരെ നിന്ന് അവിടെ അവരെ പ്രണമിച്ചു. അവർക്കറിയാം, രാമചന്ദ്രമൂർത്തിയും ലക്ഷ്മണനും അറിയാം എന്താണ് തങ്ങളുടെ ഈ 13 വർഷത്തെ ജീവിതം എന്ന് പറയുന്നത്. ഈ കാട്ടിനുള്ളിൽ ഈ പലവിധ തരത്തിലുള്ള പരീക്ഷണങ്ങൾക്കും ഒക്കെ വന്നിട്ട് എന്താണ് അവര് അതിലെ കൂടെ ഒക്കെയാണ് കടന്നു പോയത്. ആത്മവിശ്വാസത്തിന്റെയും കഠിന പരിശ്രമത്തിന്റെയും ഒക്കെ ഫലമായിട്ടാണ് അവര് അത് കിട്ടിയത്. അതും ഈ അനുഗ്രഹങ്ങൾ വന്നിട്ട് അവർക്ക് വീണ്ടും മുതൽക്കൂട്ടാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവർ അവിടെ ചെന്ന് എന്ത് ചെയ്തു? വളരെ
ആദരവോടുകൂടി അവിടെ ആ സപ്തർഷിമാരുടെ തപശ്ചര്യ ചെയ്ത സ്ഥലത്തെ വന്നിട്ട് പ്രണമിച്ചു എല്ലാവരും. അങ്ങനെ പുതിയ ഊർജവുമായിട്ട് കിഷ്കിന്ധയിലേക്ക് പോവുകയാണ് ആര്? സുഗ്രീവൻ തന്റെ കൂട്ടുകാരോടൊപ്പം. കിഷ്കിന്ധയുടെ പ്രവേശന കവാടം നേരത്തെ രാവിലെ വന്ന് വെല്ലുവിളിച്ച്, ദ്വന്ദ്വയുദ്ധത്തിന് വെല്ലുവിളിച്ച് വാലി ഇറങ്ങി വന്ന് അടിച്ച് ചതച്ച് തിരിച്ചുവിട്ട അതേ സ്ഥലത്തേക്ക് സുഗ്രീവൻ പോകുകയാണ്. ഇത്തവണ വളരെ കഠിനമായിട്ടുള്ള ആത്മവിശ്വാസത്തോടു കൂടിയാണ്, അല്ലെങ്കിൽ വളരെ വർദ്ധിച്ച ഊർജത്തോടു കൂടിയാണ് പോകുന്നത്. എന്താണ്? ദ്വന്ദ്വയുദ്ധം. വീണ്ടും കിഷ്കിന്ധയുടെ പ്രവേശന കവാടത്തിൽ ചെന്ന് വിളിച്ചു. വാലി, ഒച്ചത്തിൽ വിളിച്ചു വാലിയെ. ഒന്ന് വിളിച്ചതും പെട്ടെന്ന് എന്തോ ഓർമ്മ വന്നതുപോലെ നേരെ പിന്തിരിഞ്ഞു വന്ന് രാമചന്ദ്രമൂർത്തിയും ബാക്കിയുള്ളവരും ആ സ്ഥാനങ്ങളൊക്കെ കണ്ടുപിടിച്ച് അവിടെ ഇരിക്കുന്നതിന് മുമ്പെയാണ് സുഗ്രീവൻ വർദ്ധിച്ച വീര്യത്തോടെ അവിടെ നിന്ന് വാലി വാലി എന്ന് വിളിച്ചത്. പെട്ടെന്ന് എന്തോ ഓർമ്മ വന്നതുപോലെ ഓടി തിരിച്ചു ചെന്നിട്ട് രാമചന്ദ്രമൂർത്തി മറഞ്ഞു നിൽക്കുന്ന ആ ഒരു സ്ഥലത്ത് ചെന്ന് എന്ത് ചെയ്യുന്നു? നേരെ രാമചന്ദ്രമൂർത്തിയുടെ മുന്നിൽ ചെന്ന് മുട്ടുകുത്തിയിട്ട് രാമചന്ദ്രമൂർത്തിയുടെ കാലിൽ പിടിച്ചുകൊണ്ട് പറയുകയാണ്, കരഞ്ഞുകൊണ്ട് പറയുകയാണ്, പ്രഭു, അങ്ങയുടെ വാക്ക് അങ്ങ് പാലിക്കുമല്ലോ അല്ലേ? ഞാന് അങ്ങയിൽ ആശ്രിതനാണ്. ഒരു ലത അല്ലെങ്കിൽ ഒരു വള്ളിച്ചെടി എങ്ങനെയാണോ തന്റെ ജീവനത്തിന് വേണ്ടിയിട്ട് എവിടെ ഈ മരത്തെ ആശ്രയിച്ചിരിക്കുന്നത്, ഞാനും അതേപോലെ തന്നെ എന്റെ നിലനിൽപ്പിന് വേണ്ടി അങ്ങയെ ആശ്രയിച്ചിരിക്കുകയാണ്. ഇത്തവണ എന്നെ അങ്ങ് നിരാശനാക്കരുത് എന്ന് പറഞ്ഞു. സുഗ്രീവൻ രാമചന്ദ്രമൂർത്തിയുടെ കാല് പിടിച്ചു പറഞ്ഞു. അപ്പൊ രാമചന്ദ്രമൂർത്തി ചിരിച്ചു. സുഗ്രീവനെ പിടിച്ചു എഴുന്നേൽപ്പിച്ചു. എന്നിട്ട് സുഗ്രീവന്റെ തോളിൽ പിടിച്ചിട്ട് പറഞ്ഞു, സുഗ്രീവ, സുഹൃത്തെ അങ്ങ് വിഷമിക്കരുത്. എപ്പോഴാണോ ലക്ഷ്മണൻ നിന്റെ കഴുത്തിൽ ഈ മനോഹരമായിട്ടുള്ള പുഷ്പമാല്യം ചാർത്തിയത്, അന്ന് ഭാഗ്യദേവത നിന്നെ കടാക്ഷിച്ചിരിക്കുന്നു. അപ്പോൾ ഭാഗ്യദേവത നിന്നെ കടാക്ഷിച്ചിരിക്കുന്നു. ധൈര്യമായിട്ട് പോകും. വാലിയുടെ മുന്നിൽ ചെന്ന് ദ്വന്ദ്വയുദ്ധത്തിന് വേണ്ടിയിട്ട് വെല്ലുവിളിക്കും. വാലിയുടെ നഗരം എന്ന് പറയുന്നത് ഇരുട്ടിലാണ്ട നഗരമാണ് ഇപ്പോൾ. കാരണം ആ രാജാവ് ക്രൂരനാണ്. നീ അവിടേക്ക് ചെല്ലുന്നത് ആ ഇരുട്ടിനെ മാറ്റാൻ തക്കവണ്ണം ഉജ്ജ്വലമായിട്ടുള്ള ഒരു മഴവില്ല് പോലെ ആ ജനങ്ങളുടെ ദുഃഖത്തെ മാറ്റാൻ വേണ്ടിയിട്ട് അടുത്ത അവകാശിയായിട്ട് വേണം നീ അങ്ങോട്ട് ചെല്ലാൻ വേണ്ടിയിട്ട്. സുഗ്രീവ, ഞാൻ അങ്ങേക്ക് വാക്ക് തരുന്നു. ഒരൊറ്റ അസ്ത്രത്തിനാൽ, ഒരൊറ്റ അസ്ത്രത്തിനാൽ ഞാനിന്ന് നിനക്ക് വാലിയോടുള്ള എല്ലാ പേടിയും വന്നിട്ട് നശിപ്പിച്ചു കളയുന്നതായിരിക്കും. പോകൂ സുഗ്രീവ, പോകൂ. എന്താണ്? അവിടെ ചെന്നിട്ട് നീ ആ അഹങ്കാരിയായിട്ടുള്ള വാലിയെ ദ്വന്ദ്വയുദ്ധത്തിന് വെല്ലുവിളിക്കുക. സ്വന്തം സ്ത്രീജനങ്ങളുടെ മുന്നിൽ ചെന്ന് വെല്ലുവിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ അഹങ്കാരിയായ ആൾക്കാർക്ക് അതിനെ തിരസ്കരിക്കാൻ കഴിയുകയില്ല. വാലി വരും. വാലി വരുമ്പോൾ എന്റെ അസ്ത്രത്തിനാൽ വാലിയുടെ ജീവൻ ഇന്ന് അവസാനിക്കും. ഇന്ന് വാലിയുടെ അന്ത്യമായിരിക്കും എന്ന് നീ മനസ്സിലാക്കൂ. ഇന്ന് ആ ഒരു അസ്ത്രം കൊണ്ട് ഈ ഭൂമി വാലിയുടെ രുധിരം നുണയും എന്നൊക്കെ പറഞ്ഞ് ആത്മവിശ്വാസം. ഭഗവാന്റെ വാക്ക് കേട്ടപ്പോ സുഗ്രീവന് ഇരട്ടി ആത്മവിശ്വാസമാണ്. അങ്ങനെ ആത്മവിശ്വാസം വന്നിട്ട് സുഗ്രീവൻ പെട്ടെന്ന് തന്നെ ചാടി എഴുന്നേറ്റ് തിരിച്ച് അവിടെ ചെന്നു. കിഷ്കിന്ധയുടെ ദ്വാരത്തിൽ ചെന്ന് നിന്നിട്ട്, കവാടത്തിൽ ചെന്ന് നിന്നിട്ട് ഉറക്കെ വീണ്ടും വിളിച്ചു. തന്റെ ശബ്ദത്തിന്റെ ഉച്ചസ്ഥായിയിൽ അദ്ദേഹം ഉറക്കെ വിളിച്ചു, വാലി എന്ന് ഉറക്കെ വിളിച്ചു. ആ കരച്ചില് അല്ലെങ്കിൽ ആ ഒരു വാർ ക്രൈ എന്ന് പറയുന്നത് അത്രയ്ക്ക് ഭീകരമായിട്ടുള്ള ഒരു ശബ്ദമായതുകൊണ്ട് അവിടെ ഉണ്ടായിരുന്ന പക്ഷികളും മൃഗങ്ങളും എല്ലാം പറവറ പറക്കാൻ തുടങ്ങി. പശുക്കളെല്ലാം പേടിച്ചു ഭീതരായിട്ട് ഓടാൻ തുടങ്ങി. ഇതെല്ലാം വന്നിട്ട് അവിടെ വനത്തിലുണ്ടായിരുന്ന മൃഗങ്ങളെല്ലാം വന്നിട്ട് പേടിച്ചു ഓടാൻ തുടങ്ങി. ഇത് വാലിയുടെ കൊട്ടാരത്തിനെ കുലുക്കി വിറച്ചു എന്നാണ് ഒരു നിമിഷത്തേക്ക്. ഇത് ആ കൊട്ടാരത്തില് എന്ത് സംഭവിക്കുന്നു? വാലി എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? അന്ന് രാവിലെ എന്തെടുത്തുകൊണ്ടിരിക്കുകയാണ്? ഋഷ്യമുഖ പർവ്വതത്തിൽ ചെന്നിട്ട് സുഗ്രീവനെ കണ്ടതാണ് വാലി. അടികൊണ്ട് സുഗ്രീവൻ ചാവാറായത് കണ്ടതാണ്. കൈയുടെ തൊട്ടടുത്ത് നിന്നും സുഗ്രീവൻ രക്ഷപ്പെട്ടു പോയത് കണ്ടിട്ട് എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? നിരാശനായിരിക്കുകയാണ്. തിരിച്ച് അതും സുഗ്രീവൻ അട്ടഹസിച്ച് ചിരിച്ചത്, തന്നെ തോൽപ്പിച്ചതുപോലെ സുഗ്രീവൻ അട്ടഹസിച്ച് ചിരിച്ചത് ഓർത്തുകൊണ്ട് വാലി എന്ത് ചെയ്യുകയാണ്? തിരിച്ചു വന്ന് രാജ്യകാര്യങ്ങളിലൊക്കെ വ്യാപൃതനായിരിക്കുന്ന സമയത്താണ് ഈ അലർച്ച കേൾക്കുന്നത്. വിശ്വസിക്കാൻ പറ്റിയില്ല വാലിക്ക്. എവിടെ നിന്ന്? അത്ഭുതകരമായിട്ട്
വർദ്ധിച്ച വീര്യത്തോടുകൂടി അത്ഭുതകരമായിട്ടാണ് ആ കേൾവി, ആ അലർച്ച വന്നിട്ട് വാലിയുടെ കാതിൽ പതിക്കുന്നത്. എവിടെ നിന്നാണ് ഇവന് ഇത്രയ്ക്ക് ധൈര്യം? ഇന്ന് രാവിലെ എന്റെ കയ്യിൽ നിന്ന് അടികൊണ്ട് ഒളിച്ചോടിയവനാണ് ആര്? സുഗ്രീവൻ. പക്ഷേ എവിടെ നിന്നാണ് അവന് ഈ ആത്മവിശ്വാസം കിട്ടുന്നത്? ആദ്യത്തെക്കാൾ കൂടുതൽ ദൃഢവിശ്വാസം, ദൃഢനിശ്ചയമാണ് അവന്റെ ശബ്ദത്തിൽ ഇപ്പോ. ഇത് എവിടെ നിന്നാണ് എന്ന് ചിന്തിച്ചിട്ട് വാലിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല. പക്ഷെ അതെല്ലാം, ആ ചിന്തയെല്ലാം തള്ളിക്കളഞ്ഞിട്ട് വാലി എന്ത് ചെയ്യുന്നു? പല്ല് ഞെരിക്കാൻ തുടങ്ങി. സുഗ്രീവനെ കുറിച്ച് ചിന്തിക്കുമ്പോഴേ വാലിക്ക് എന്ത് ചെയ്യുകയാണ്? ദേഹത്ത് ദേഷ്യം ഏരച്ചു കയറുകയാണ്. മുഖമെല്ലാം ചുവന്ന് തുടുത്ത് നിരതെറ്റിയ പല്ലുകളെല്ലാം കൂടെ കടിച്ചു ചേർത്ത് കണ്ണിലെ കോപവും ദേഷ്യവും കൊണ്ട് മുഖം പുകയുന്നത് പോലെ ഇത്ര അധികം കോപിഷ്ഠനായിട്ട് വാലിയെ ഇതുവരെ അവിടെ ആരും കണ്ടിട്ടില്ല. വാലിയുടെ മുന്നിൽ നിന്ന ഭടന്മാരും വാലിയുടെ കൂടെ രാജ്യസഭയിൽ ഇരിക്കുകയാണ്. അവരാരും വാലി ഇത്ര കോപിഷ്ഠനായിട്ട് കണ്ടിട്ടില്ല. ഇനി വായിൽ നിന്ന് നൊരയും പതയും വരുന്നത് പോലെയാണ്. അത്ര കോപത്തിലാണ് വാലി. കണ്ണൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീപ്പന്തം പോലെ ജ്വലിക്കുകയാണ്. എല്ലാവരും വഴിന്ന് മാറി. വാലി ചാടി എഴുന്നേറ്റ് ചെയ്തുകൊണ്ടിരുന്ന ജോലിയെല്ലാം പകുതിക്ക് വെച്ച് മതിയാക്കി ചാടി എഴുന്നേറ്റ് ഒറ്റയ്ക്ക് ഓടാൻ വേണ്ടി തുടങ്ങുമ്പോഴേക്കും ആര് വന്ന് വട്ടം പിടിച്ചു? താര ഓടി വന്ന് വാലിയെ വട്ടം പിടിച്ചു. വാലിക്ക് അത്ഭുതമായി. പബ്ലിക്കിന്റെ മുന്നിൽ, അല്ലെങ്കിൽ എല്ലാവരുടെയും മുന്നിൽ വെച്ച് താര ഇതുപോലെ ഒരു കാര്യം ചെയ്തിട്ടേ ഇല്ല. താര എന്ത് ചെയ്യുന്നു? ഓടിച്ചെന്ന് വാലിയെ ആലിംഗനം ചെയ്യും. വാലി ആകപ്പാടെ എന്ത് ചെയ്യുകയാണ്? സ്തബ്ധനായി പോവുകയാണ്. പേടിച്ച് വിറച്ചതുപോലെയാണ് താരയുടെ മുഖം. താര ആരാണ്? വാലിയുടെ ഭാര്യയാണ്. താരയുടെ മുഖം വന്നിട്ട് പേടിച്ച് വിറച്ചതുപോലെയാണ് ഇരിക്കുന്നത്. താര കഴിവതും എന്ത് ചെയ്യണം? മുഖമൊക്കെ തലയൊക്കെ കുലുക്കിക്കൊണ്ട് പോകരുത് എന്ന് പറയാതെ പറഞ്ഞ് അപേക്ഷിക്കുകയാണ്. എന്നിട്ടും പോകാൻ ഒരുങ്ങിയ അതുകൊണ്ടാണ് വാലിയെ പോയി കെട്ടിപ്പിടിച്ചതും. എല്ലാവരുടെ മുന്നിൽ വെച്ച് ഇങ്ങനെ ചെയ്തപ്പോ വാലിയും സ്തബ്ധനായി. ഇത്ര ഭയത്തോടു കൂടി വാലി താരയെ കണ്ടിട്ടേ ഇല്ല. ഈവൻ ഒരു ഭയങ്കരന്മാരായ രാക്ഷസൻ, അതിഭയങ്കരന്മാരായിട്ടുള്ള രാക്ഷസന്മാർ ആരാണ്? ദുന്ദുബിയും മായാവിയും. അവരോട് യുദ്ധം ചെയ്യാൻ പോയ സമയത്തും ഇത്ര ഭീതിതരായിട്ട് തന്റെ ക്വീൻ, രാജ്ഞിയെ വാലി കണ്ടിട്ടേയില്ല. വാലി എന്ത് ചെയ്യുന്നു? ആകപ്പാടെ സ്തബ്ധനായി പോയി. എന്താണ്? വഴി തടഞ്ഞ് താര ഇതുവരെ വന്നിട്ടേ ഇല്ല. തന്റെ വഴി തടഞ്ഞ് എന്താണ് എന്ന് വാലിക്ക് മനസ്സിലാകാത്തത് കൊണ്ട് താര പറയാൻ തുടങ്ങി, അങ്ങ് പോവരുത്, ഇത്ര തിടുക്കത്തിൽ അങ്ങ് ഇപ്പൊ പോകരുത്. ഞാൻ യാചിക്കുകയാണ്. നാളെ രാവിലെ സുഗ്രീവനോട് ചെന്ന് എന്ത് ചെയ്യാം? നമുക്ക് യുദ്ധം ചെയ്യാം. ഇപ്പോ സമയം വന്നിട്ട് മോശമാണ്. ഞാൻ ഇവിടെ എല്ലാം ദുശകുനങ്ങൾ കാണുകയാണ്. എനിക്ക് അപകടം മണക്കുന്നത് പോലെയാണ് തോന്നുന്നത്. ഇപ്പോ ഒരിക്കലും നല്ല സമയമല്ല യുദ്ധത്തിന് പോകാൻ വേണ്ടിയിട്ട്. അത് മാത്രമല്ല, ഇതെല്ലാം അങ്ങും കാണുന്നില്ല ഈ ദുശകുനങ്ങളെല്ലാം. അങ്ങ് ആ സുഗ്രീവനെ എത്രയധികം അടിച്ചു ചതച്ചിട്ടും ഇപ്പോ സുഗ്രീവൻ ഈ സമയത്ത് തിരിച്ചു വരണമെന്നുണ്ടെങ്കിൽ എലിയുടെ മാളത്തിൽ പോയി എലി ഒളിച്ചതുപോലെയാണ് സുഗ്രീവൻ മുമ്പേ പോയത്. പക്ഷെ എന്നിട്ടും ഇപ്പൊ തിരിച്ചു വരണമെന്നുണ്ടെങ്കിൽ, സുഗ്രീവൻ അങ്ങേ വന്ന് വീണ്ടും വെല്ലുവിളിക്കണമെന്നുണ്ടെങ്കിൽ സുഗ്രീവന് ആരുടെയെങ്കിലും സഹായം ഉണ്ടായിരിക്കണം. തനിച്ചുള്ള ആത്മവിശ്വാസത്തിന്റെ പുറത്ത് സുഗ്രീവൻ ഇപ്പോ ഇങ്ങനെ വരികയില്ല. ഈ സമയത്ത് തനിച്ചായിരിക്കുകയില്ല സുഗ്രീവൻ. എന്റെ സംശയത്തെ അങ്ങ് തള്ളിക്കളയരുത്, ഇതിനെ കൺസിഡർ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് വാലിയോട് താര അപേക്ഷിക്കുകയാണ്. എനിക്കറിയാം, എനിക്ക് അതിയായ സംശയമുണ്ട് ആരോ വാലിയുടെ കൂടെ ഉണ്ട് എന്നുള്ളത്. സുഗ്രീവനെ എനിക്ക് നന്നായിട്ട് അറിയാം. ഇത്ര നാളും സുഗ്രീവനെ ശ്രദ്ധിച്ചതിൽ നിന്ന് എനിക്ക് മനസ്സിലായത്, ഒരിക്കലും സുഗ്രീവൻ അങ്ങനെ വെറുതെ ഒന്നും ആരെയും വിശ്വസിക്കുകയില്ല. പരീക്ഷിച്ച് തെളിഞ്ഞ് മനസ്സിലാക്കാതെ, വിശ്വാസം വരാതെ സുഗ്രീവൻ അങ്ങനെ ആരോടും സൗഹൃദം സ്ഥാപിക്കാനും പോവുകയില്ല. ഇപ്പോ അതുമാത്രമല്ല, എന്തെങ്കിലും വ്യക്തിപരമായിട്ടുള്ള നേട്ടമില്ലാതെ ഒരിക്കലും സുഗ്രീവൻ ഈ പ്രകാരം ഒരു സുഹൃത്ത് ബന്ധത്തിൽ ചെന്ന് ചാടുകയുമില്ല. താര ഇതിനിടയ്ക്ക് കരഞ്ഞുകൊണ്ട് പറയുകയാണ്, ഇപ്പോ ഈ തിരിച്ചുവരവിൽ എന്തോ അപകടം ഞാൻ മണക്കുന്നു പ്രഭു എന്ന് പറഞ്ഞു. വാലിക്ക് സുഗ്രീവൻ അവിടെ നിന്ന് ചീത്ത വിളിച്ചുകൊണ്ടേയിരിക്കുകയാണ്. വാലി എവിടെ നിന്ന്? ആ കവാടത്തിൽ നിന്ന് ചീത്ത വിളിച്ചുകൊണ്ടേയിരിക്കുകയാണ്. വാലിയുടെ ക്ഷമ നശിച്ചുകൊണ്ടേയിരിക്കുകയാണ്. താര പറയുന്നത് കേൾക്കാൻ പോലും വാലിക്ക് എന്ത് ചെയ്യുന്നില്ല, ക്ഷമ ഇല്ല. എന്നാലും ഇതിലൊന്നും ഒരു കാര്യമില്ലെന്നാണ് വാലിക്ക് അറിയാവുന്നത്. കാരണം വാലിക്ക് ആകപ്പാടെ ഒരു കാര്യമേ അറിയത്തുള്ളൂ. എന്തിന്റെ ഭാഷ? മുഷ്ടിയുടെ ഭാഷ, പവറിന്റെ ഭാഷ, ശക്തിയുടെ ഭാഷ മാത്രമേ അറിയത്തുള്ളൂ. അതിന്റെ മുന്നിൽ അത്
അതിന്റെ മുന്നിൽ വേറെ ഒന്നും വില പോവുകയില്ല വാലിയുടെ. എന്നിട്ട് വാലി വീണ്ടും സൈഡിലേക്ക് മാറ്റിയിട്ട് വീണ്ടും പോകാൻ വേണ്ടി തുടങ്ങുമ്പോഴേക്കും, സുഗ്രീവന്റെ മുന്നിലേക്ക് പോകാൻ വേണ്ടി തുടങ്ങുമ്പോഴേക്കും വാലിയുടെ ആ ഒരു പോക്കിനെ തടസ്സപ്പെടുത്തിക്കൊണ്ട് താര ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞു. അത് കേട്ടതും പോകാൻ ഒരുങ്ങിയ വാലി വന്നിട്ട് പെട്ടെന്ന് നിശ്ചലനായി, തിരിഞ്ഞു നോക്കി. എന്താണ് പറഞ്ഞതെന്നറിയാമോ? താര പറഞ്ഞത് എന്താണ്? താര പറഞ്ഞതും വാലി നിൽക്കുന്നതും തിരിഞ്ഞു നോക്കുന്നതും ഒക്കെ കണ്ടപ്പോൾ താരയ്ക്ക് മനസ്സിലായി ഇത് ലാസ്റ്റ് ചാൻസ് ആണ്. അതുകൊണ്ട് എന്താണോ ഇപ്പൊ ഞാൻ ചെയ്യാൻ പോകുന്നത് അത് വളരെ കാര്യമായിട്ട് തന്നെ ചെയ്യണമെന്ന് വിചാരിച്ച് താര പറയുകയാണ്, എനിക്ക് ഉറപ്പാണ് രാമചന്ദ്രൻ സുഗ്രീവനോടൊപ്പം ഉണ്ട്. താര എങ്ങനെ അറിഞ്ഞു രാമചന്ദ്രൻ സുഗ്രീവനോടൊപ്പം ഉണ്ടെന്ന്? വാലി പെട്ടെന്ന് നിന്നു, തിരിഞ്ഞു നോക്കി. ചോദ്യചിഹ്നത്തോടുകൂടി വാലി താരയുടെ മുഖത്തേക്ക് നോക്കിയതും താര പറഞ്ഞു, ഞാൻ പറയുന്നത് അങ്ങനെ ഒരു സംശയത്തിന്റെ പുറത്തല്ല, ഇത് വളരെ ദൃഢമായിട്ടുള്ള ഒരു തെളിവിന്റെ പുറത്താണ് ഞാൻ പറയുന്നത്. ഇത് എനിക്ക് കിട്ടിയത് നമ്മുടെ പുത്രൻ അംഗദന്റെ ചാരന്മാരിൽ നിന്നുമാണ്. ആ ചാരന്മാർ അവനോട് വന്ന് പറഞ്ഞു, ഇക്ഷ്വാകു രാജവംശത്തിലെ 2 വിഖ്യാതന്മാരായ രാജകുമാരന്മാരുമായി സുഗ്രീവൻ ഈയടുത്ത് ചങ്ങാത്തം സ്ഥാപിച്ചിരിക്കുന്നു. രാമൻ സാധാരണ മനുഷ്യനല്ല, ചരിത്ര പുരുഷനാണ് രാമൻ. അദ്ദേഹത്തിന്റെ ശക്തി എന്ന് പറയുന്നത്, കോപം എന്ന് പറയുന്നത് സംഹാരാഗ്നി പോലെയാണ്. അദ്ദേഹത്തിന്റെ ശക്തി ഇന്ദ്രന്റെ വജ്രായുധം പർവ്വതങ്ങളെ തവിടുപൊടിയാക്കുന്നത് പോലെയാണ് അദ്ദേഹത്തിന്റെ ശക്തി എന്ന് പറയുന്നത്. പക്ഷെ ഇത്രയൊക്കെ ഉണ്ടെങ്കിലും അദ്ദേഹം കാരുണ്യത്തിന്റെ സാഗരമാണ് എന്നാണ് അവർ പറഞ്ഞത്. ആര് ചെന്ന് യാചിച്ചാലും അദ്ദേഹം അഭയം പ്രദാനം ചെയ്യുമെന്നും ആര് പറഞ്ഞു? അംഗദന്റെ ചാരന്മാർ വന്ന് പറഞ്ഞു. വിനയാന്വിതനാണ് അദ്ദേഹം. സ്വന്തം രാജ്യത്തെ ഒരു തടസ്സവും ഇല്ലാതെ അല്ലെങ്കിൽ ഒരു ആസക്തിയും ഇല്ലാതെ അനാസക്തനായിട്ട് ധർമ്മത്തിനു വേണ്ടി ഉപേക്ഷിച്ച് വനചാരിയായവനാണ് അദ്ദേഹം. ഇത്ര നാളും അദ്ദേഹം വനത്തിൽ സഞ്ചരിക്കുന്നത് അതിനു വേണ്ടിയിട്ടാണ്, ധർമ്മത്തെ പുനഃസ്ഥാപിക്കാൻ വേണ്ടിയിട്ട്. ഈ ഭൂമിയിലുള്ള അധർമ്മത്തെ മുഴുവൻ ഉന്മൂലനം ചെയ്യുക എന്നുള്ളതാണ് അദ്ദേഹം എടുത്തിരിക്കുന്ന വാക്ക്. രാമൻ യാചിക്കുന്നവർക്ക് ആശ്വാസം, അശരണരായവർക്ക് ആശ്വാസമാണ് രാമചന്ദ്രമൂർത്തി, യാചിക്കുന്നവർക്ക് ദാനത്തിന്റെ കലവറയുമാണ്. മാത്രമല്ല അറിവിന്റെ സമുദ്രമാണ്. ഈ ലോകത്തിലും പരലോകത്തിലും എന്തൊക്കെ അറിവുകളുണ്ടോ അതിന്റെ എല്ലാം സമുദ്രം പോലെയാണ് അദ്ദേഹം. സ്വന്തം രാജ്യം വന്നിട്ട് അനാസക്തനായി തിരസ്കരിച്ചു. സദ്ഗുണ സമ്പന്നനായിട്ടുള്ള അദ്ദേഹം വനചാരിയായിട്ട് മാറി. പക്ഷേ അധർമ്മം എന്ന് പറയുന്നത് അദ്ദേഹത്തിന് സഹിക്കുകയില്ല. അതിന്റെ ഉന്മൂലനാശനം ചെയ്യാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം തന്റെ കോദണ്ഡവുമായിട്ട് സഞ്ചരിക്കുന്നത്. കോശല രാജകുമാരനോട് ഏറ്റുമുട്ടുന്നത് മണ്ടത്തരമാണ്. ഇന്ദ്രനേക്കാൾ മികച്ചവനാണ് അദ്ദേഹം. വാലിയുടെ അച്ഛനാണ് ഇന്ദ്രൻ. അപ്പോ വാലിക്ക് സ്വന്തം അച്ഛന്റെ പ്രൊട്ടക്ഷനിലേക്ക് പോകണമെന്ന് തോന്നിയാലും നടക്കൂല. അതിനേക്കാൾ മികച്ചവനാണ് ആര്? ഇന്ദ്രനേക്കാൾ മികച്ചവനാണ് രാമചന്ദ്രൻ എന്നാണ് ആര് പറഞ്ഞു വരുന്നത്? താര പറഞ്ഞു വരുന്നത്. എനിക്ക് ഉറപ്പാണ് സുഗ്രീവനോടൊപ്പം ഇപ്പോ രാമനുണ്ട് എന്ന് എനിക്ക് ഉറപ്പാണ്. അങ്ങനെ അദ്ദേഹത്തെ വെറുതെ ചെന്നിട്ട് എന്ത് ചെയ്യരുത്, അങ്ങ് വെല്ലുവിളിക്കരുത്. പിന്നെ സുഗ്രീവൻ എന്ന് പറയുന്നത് ഒന്നുമല്ലെങ്കിലും നിങ്ങളുടെ സഹോദരൻ തന്നെയല്ലേ. എന്തിനാണ് വെറുതെ ശത്രുതയും വിദ്വേഷവും ഒക്കെ വെച്ച് പുലർത്തുന്നത്? സുഗ്രീവനെ തിരികെ വിളിച്ചിട്ട് അർഹിക്കുന്ന ആദരവോടുകൂടി അനന്തരാവകാശി എന്നുള്ള ആ കിരീടം സുഗ്രീവന് കൊടുക്കുന്നതല്ലേ നല്ലത്. എന്തിനാണ് ഇത്തരത്തിലുള്ള ശത്രുത വെച്ച് പുലർത്തുന്നത്? എന്നോട് എന്തെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ ഞാൻ പറയുന്ന ഈ കാര്യങ്ങൾ അവിടുന്ന് കേൾക്കണം എന്ന് താര എന്ത് ചെയ്യുന്നു? വാലിയോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരു നിമിഷത്തേക്ക് വാലി ചിന്തിച്ചു, താര പറയുന്നതിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ? ഒരു നിമിഷം കഴിഞ്ഞപ്പോൾ ആ ചിന്ത മാറി. എന്നിട്ട് വാലി താരയോട് പറയുകയാണ്, പോയി അന്തഃപുരത്തിലിരിക്കും. ഞാൻ ഇത്രയും നേരം നീ പറയുന്നത് കേട്ടത് നിന്നോട് എനിക്ക് സ്നേഹമുള്ളത് കൊണ്ടാണ്. പക്ഷേ എന്റെ ചതിയനായിട്ടുള്ള ആ സഹോദരനെ നശിപ്പിക്കുന്നതിൽ നിന്നും എന്നെ പിന്തിരിക്കാൻ ആർക്കും കഴിയുകയില്ല. ക്ഷമയുടെ നെല്ലിപ്പലക ഞാൻ കണ്ടു കഴിഞ്ഞിരിക്കുന്നു. ഇത്ര നാളും ഞാൻ അവനോട്
മൈൽഡായിട്ട് സൗമ്യമായിട്ട് പെരുമാറിയത് കൊണ്ട് അത് വന്നിട്ട് വളരെ നിസ്സാരമായിട്ട് എന്നെ എടുത്തിരിക്കുന്നു. ഇനി ഞാൻ എത്ര കഠോര ഹൃദയനാണെന്ന് അവനറിയും. ഈ തരത്തിൽ രാഘവന്റെ കാര്യമാണെങ്കിൽ അതിലൊന്നിലും എനിക്കൊരു പ്രശ്നവുമില്ല. ധർമ്മത്തിന്റെ പ്രതിപുരുഷനാണ് എന്ന് നീ പറയുന്നുവെങ്കിൽ ഈ കാര്യത്തിൽ ഇടപെടാൻ രാഘവൻ വരികയില്ല. ക്ഷത്രിയന്മാരുടെ യുദ്ധ നിയമങ്ങൾക്കെതിരായിട്ട് ഒരിക്കലും ധർമ്മിഷ്ഠനായിട്ടുള്ള ഒരാൾ പ്രവർത്തിക്കുകയില്ല. വീണ്ടും എന്ത് ചെയ്യുകയാണ്? വാലി ദുരന്ത മുഖത്തേക്ക് പോവുകയാണ് എന്ന് ആർക്ക് മനസ്സിലായി? താര മനസ്സിലാക്കി. താര വീണ്ടും പറയുകയാണ്, ഒരാളുടെ സ്വഭാവത്തിന് വിപരീതമായിട്ട് പ്രവർത്തിക്കുമ്പോൾ അതിന് എന്തെങ്കിലും അപകട സൂചനയുണ്ടെന്ന് അദ്ദേഹം അങ്ങ് മനസ്സിലാക്കണം. എന്നെങ്കിലും അങ്ങ് കേട്ടിട്ടുണ്ടോ സുഗ്രീവൻ ഈ പ്രകാരം വന്ന് അങ്ങേ വെല്ലുവിളിക്കുന്ന ഇത്രയും വർഷങ്ങൾക്കിടയിൽ? എന്നെങ്കിലും അങ്ങ് കേട്ടിട്ടുണ്ടോ? ഇല്ല. ഇപ്പോ സുഗ്രീവൻ സ്വന്തം സ്വഭാവത്തിന് വിരുദ്ധമായിട്ട് അങ്ങേ വെല്ലുവിളിക്കുന്നെങ്കിൽ അത്രയ്ക്ക് ശക്തിയും ദൃഢനിശ്ചയവും ആരെങ്കിലും അവന് കൊടുത്തിരിക്കണം. അത് ഉറപ്പായിട്ടും രാമനാണ്. നിസ്സാരമായിട്ട് ഈ ഒരു കാര്യത്തെ അങ്ങ് കരുതരുത് എന്ന് താര വീണ്ടും വാലിയോട് അഭ്യർത്ഥിച്ചു. വീണ്ടും വാലി അതിനെ തള്ളിക്കളഞ്ഞു. എന്നിട്ട് ഈ വാക്കുകളൊന്നും കേൾക്കാൻ വേണ്ടിയിട്ട് തനിക്ക് സമയമില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് വാലി വീണ്ടും തന്റെ ശക്തിയിൽ വളരെയധികം ദൃഢനിശ്ചയത്തോട് കൂടി പറയുകയാണ്, 3 ലോകത്തിലും ആരെങ്കിലും എന്റെ മുന്നിൽ വന്ന് നിന്നിട്ടുണ്ടെങ്കിൽ അവരെ തോൽപ്പിക്കാമെന്നുള്ള ആത്മവിശ്വാസം എനിക്കുണ്ട്. രാമൻ അനാസക്തനാണെന്നല്ലേ നീ പറയുന്നത്? അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനമെടുക്കുന്നതിന് മുമ്പ് 2 പക്ഷങ്ങളും രാമൻ നോക്കും. ഒരു സ്വന്തം ഭൗതിക സുഖങ്ങൾ ത്യജിച്ച് വനചാരിയായിട്ട് നടക്കുന്ന ഒരാൾ എങ്ങനെയാണ് പക്ഷം ചേരുന്നത്, ആരുടെയെങ്കിലും പക്ഷം ചേർന്ന് പ്രവർത്തിക്കുന്നത്? അതും ഈ ഒരു തരത്തിലും ഒരു തരത്തിലും ആസക്തിയും ഇല്ലാതെ എല്ലാത്തിനോടും അനാസക്തനായിട്ട് പോയിരിക്കുന്ന ഒരാൾക്ക് ഈ തരത്തിലുള്ള നിസാരന്മാരായ കൊരങ്ങന്മാരുടെ പ്രശ്നത്തിൽ ഇടപെടാൻ വേണ്ടിയിട്ട് എന്താണ് ഈ നിസ്സാരന്മാരായിട്ടുള്ള കൊരങ്ങന്മാരുടെ പ്രശ്നത്തിൽ ഏർപ്പെട്ടിട്ട് എന്താണ് കിട്ടാൻ പോകുന്നത്, ലാഭം കിട്ടാൻ പോകുന്നത്? അതുകൊണ്ട് തന്നെ ഈ തരത്തിലുള്ള കാര്യത്തിൽ രാമൻ പക്ഷാഭേദം കാണിക്കുകയില്ല എന്ന് ഉറപ്പാണ് എനിക്ക് എന്ന് ആര് പറയുന്നു? വാലി പറയുന്നു. താരയ്ക്ക് മനസ്സിലായി, ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഈ ആർഗ്യുമെന്റ് എല്ലാം എന്താണ്, യൂസ്ലെസ് ആണ്. വാലിയുടെ മുന്നിൽ ഒന്നും വിലപ്പോകാൻ പോവുകയില്ല എന്ന് മനസ്സിലായി. എന്നിട്ട് എന്താണ്, ഇപ്പൊ കരയാൻ മാത്രമേ വാലിക്ക് പറ്റുന്നുള്ളൂ. താരയ്ക്ക് പറ്റുന്നുള്ളൂ. വാലി സ്വന്തം ജീവിതത്തിന്റെ അവസാന നിമിഷത്തിലേക്ക് പോകുന്നു എന്ന് താര ഉറപ്പാക്കി. അതുമാത്രമല്ല, അപ്പോ എത്രയധികം കഠിനമായിട്ടുള്ള അല്ലെങ്കിൽ ക്രൂരമായിട്ടുള്ള മനുഷ്യനാണെങ്കിലും സ്വന്തം ഭർത്താവാണ് ആര്? താരയ്ക്ക് വാലി. അതുകൊണ്ട് തന്നെ അത്രയധികം ഇഷ്ടവുമാണ്. അദ്ദേഹം ഈ പുറത്ത് കാണിക്കുന്ന ക്രൂരതയ്ക്ക് ഉള്ളില് ഒരു സൗമ്യനായിട്ടുള്ള വ്യക്തിത്വം ഉള്ളത് താരയ്ക്ക് മാത്രമേ അറിയുകയുള്ളൂ. താരയുടെ മുന്നിൽ മാത്രമേ അങ്ങനത്തെ ഒരു വ്യക്തിത്വം പ്രകടിപ്പിച്ചിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ താരയ്ക്ക് അദ്ദേഹം ജീവനാണ്. അതുകൊണ്ട് തന്നെ സ്വന്തം ഭർത്താവ് മരണത്തിലേക്ക് പോകുന്നു എന്ന് താരയ്ക്ക് മനസ്സിലായതും താര എന്ത് ചെയ്യുന്നു? കരച്ചിലൊക്കെ നിർത്തിയിട്ട് അതിനെ അക്സെപ്റ്റ് ചെയ്തിട്ട് വാലിയുടെ മുന്നിൽ കൈകൂപ്പി അദ്ദേഹത്തെ അവസാനമായിട്ട് ഒന്ന് ആലിംഗനം ചെയ്തു. 3 വട്ടം പ്രദക്ഷിണം ചെയ്തു. എന്നിട്ട് മംഗളമായിട്ടുള്ള മന്ത്രങ്ങളൊക്കെ ഉരുവിടാൻ തുടങ്ങി. അദ്ദേഹത്തിന്റെ ശിരസിൽ വന്നിട്ട് ധാന്യങ്ങൾ വന്നിട്ട് എറിഞ്ഞിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നെറ്റിയിൽ ഒരു സിന്ദൂര തിലകവും ചാർത്തി കൊടുത്തിട്ട് അവസാനം താര മാറിക്കൊടുത്തു വഴി. പിന്നെ താരയ്ക്ക് അവിടെ നിൽക്കാൻ പറ്റിയില്ല. ഓടി അന്തപുരത്തിലേക്ക്. അവിടെ ചെന്ന് തന്റെ കിടക്കയിൽ വീണ് കരയുകയാണ് താര ചെയ്യുന്നത്. വാലി ആ സമയത്ത് യുദ്ധം ചെയ്യാൻ വേണ്ടി മുന്നോട്ട് വരികയാണ്. പിന്നെ അവിടെ നടന്നത് വളരെ ഭീകരമായിട്ടുള്ള ഒരു യുദ്ധമാണ്. 2 സിംഹങ്ങൾ പരസ്പരം വലിച്ചു കീറാൻ വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്നത് പോലെ സുഗ്രീവന്റെ ദ്വന്ദ്വയുദ്ധത്തിനായിട്ടുള്ള ചലഞ്ച് അല്ലെങ്കിൽ ആ ഒരു വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് വാലി ചാടി ഇറങ്ങി. 2 പേരും മുഖത്തോട് മുഖം നോക്കി നിന്നു. ആ രാവിലെ ഉണ്ടായ മുറിവുകളും പാടുകളും ചോരയും ഒന്നും സുഗ്രീവന്റെയും വാലിയുടെയും ശരീരത്തിൽ ഇതുവരെ ഉണങ്ങിയിട്ടേയില്ല. ആ മുറിപ്പാടുകളെല്ലാം ഇരിക്കെയാണ് എന്ത് ചെയ്യുന്നത്? സുഗ്രീവൻ വന്നിട്ട് വീണ്ടും തിരിച്ച് വിളിച്ചുകൊണ്ടേയിരിക്കുന്നത്, യുദ്ധത്തിന് ചലഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നിട്ടും ഈ മുറിപ്പാടുകളും ചോരയുടെ മണവും അതിന്റെ പാടുകളും ഒന്നും ഇവർക്ക് 2 പേർക്കും ഒരു പ്രശ്നമേ അല്ല. എന്താണ്? ജയിക്കുന്നതിൽ നിന്നും ഒന്നുകിൽ ജയിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്നതാണ് ഇപ്പോൾ അവരുടെ ലക്ഷ്യം.
വാലി അപ്പോഴും വാലി ശ്രദ്ധിച്ചു, സുഗ്രീവന്റെ കഴുത്തില് ഒരു മാല, പുഷ്പമാലയൊക്കെ ഇട്ടുകൊണ്ട് ആരെങ്കിലും യുദ്ധത്തിന് വരുമോ എന്നാണ് വാലി ചിന്തിച്ചത്. വാലിക്ക് ആകെ അത്ഭുതമായി ഇത് കണ്ടപ്പോഴേക്കും. എന്നാലും മുഷ്ടി ചുരുട്ടിക്കൊണ്ട് എന്ത് ചെയ്യുകയാണ്, വാലി സുഗ്രീവന്റെ മുന്നിലേക്ക് ചെന്നിട്ട് മുഷ്ടി ചുരുട്ടി കാണിച്ചുകൊണ്ട് പറയുകയാണ്, സുഗ്രീവ, നിന്റെ തല തകർത്തതിന് ശേഷം മാത്രമേ ഈ ചുരുട്ടിയ മുഷ്ടി ഞാൻ നിവർക്കുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞ് വെല്ലുവിളിക്കുകയാണ്. വാലി ആകാശത്തിലേക്ക് ചാടി ഉയർന്ന് ഒറ്റ തകർത്തത് സുഗ്രീവന്റെ തല തകർത്തു. സുഗ്രീവന്റെ ചെവിയിൽ നിന്നും മൂക്കിൽ നിന്നും വായിൽ നിന്നും എല്ലാം രക്തം ചിതറിത്തെറിക്കാൻ തുടങ്ങി. അത്രയധികം വേദനയോടുകൂടി തല തകർന്നു പോയതുപോലെ സുഗ്രീവൻ താഴെ വീണു. എന്നിട്ട് എന്ത് ചെയ്യുകയാണ്, അത്രയും വേദനയാണ് സുഗ്രീവന്. ഈ ശരീരത്തിലേൽക്കുന്ന വേദനയെല്ലാം വന്നിട്ട് അത് മാത്രമല്ല, ആ ഒരു ഒറ്റ ഇടിയിൽ ആദ്യത്തെ ആ സെക്കൻഡിൽ എന്ത് ചെയ്തു, കഴുതി കടന്നിരുന്ന സുഗ്രീവന്റെ മാല, ലക്ഷ്മണൻ അണിയിച്ച ആ ഐഡന്റിഫിക്കേഷൻ ഗാർലൻഡ് എന്ത് ചെയ്യുന്നു, അതും വലിച്ചു പറിച്ചു കളഞ്ഞു. അത് പോയപ്പോഴാണ് സുഗ്രീവൻ വീണ്ടും വിഷമമായി പോയത്. അതിന്റെ ആഫ്റ്റർ എഫക്ട്സിനെ കുറിച്ച് ആലോചിച്ചിട്ടാണ്. എന്താണ് ഐഡന്റിഫിക്കേഷൻ ഗാർലൻഡ് ആണ്. ഞാനും വാലിയും തമ്മിൽ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ലക്ഷ്മണൻ ഇട്ട മാലയാണ് ഇപ്പൊ ആര് വലിച്ചു പറിച്ച് കളഞ്ഞിരിക്കുന്നത്, വാലി തന്നെ വലിച്ചു പറിച്ച് കളഞ്ഞിരിക്കുന്നത്. പക്ഷെ എന്നാലും വാലിയുടെ അടുത്ത ആ ഒരു ഇടിയെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടാണ് ആര് ശ്രമിക്കുന്നത്, സുഗ്രീവൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. സുഗ്രീവൻ ചാടി എഴുന്നേറ്റു. എന്നിട്ട് അടുത്ത് കണ്ട ഒരു വൃക്ഷത്തിനെ പിടിച്ച് അതിന്റെ ഇലയും ശിഖരവും എല്ലാം പറിച്ചു മാറ്റിയിട്ട് തടി കൊണ്ട് വാലിയെ തലങ്ങും വിലങ്ങും അടിക്കാൻ തുടങ്ങി. ഓരോരോ അടിയിലും വാലി ഭയങ്കര വേദനയെടുത്ത് നിലവിളിക്കാൻ തുടങ്ങി. അപ്പോഴേക്കും സുഗ്രീവൻ വന്നിട്ട് വാലിക്ക് ഇടി കൊള്ളുന്നത് കണ്ടപ്പോഴേക്കും ആർത്ത് അട്ടഹസിച്ച് സുഗ്രീവൻ വന്നിട്ട് എന്ത് ചെയ്യുകയാണ്, വീണ്ടും വാലിയെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. സുഗ്രീവൻ ചിരിച്ച് ആർത്ത് അട്ടഹസിച്ചാണ് വാലിക്ക് വേദന എടുക്കുന്നത്. സുഗ്രീവൻ അത്രയ്ക്ക് സന്തോഷം തരുന്നതാണ് യുദ്ധത്തിന്റെ ഇടയ്ക്ക്. അപ്പൊ ഈ വേദനയുടെ ഇടയിലും വാലി എന്ത് ചെയ്യുന്നു, വാലി ആ കൈ പിടിച്ച് എന്നിട്ട് എൽബോ കൊണ്ട് അതിനെ തടഞ്ഞിട്ട് സുഗ്രീവന്റെ കൈക്ക് നേരെ ഒറ്റ ഇടിച്ചപ്പോഴത്തേനും ആ കയ്യിലുണ്ടായിരുന്ന മരമൊക്കെ തെറിച്ചു പോയി. പിന്നെ എന്ത് ചെയ്തു, ഇപ്പൊ രണ്ടുപേരും നിരായുധരാണ്. എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വീണ്ടും യുദ്ധം ചെയ്യാൻ തുടങ്ങി. നേരത്തെ നമ്മൾ പറഞ്ഞത്, രണ്ട് സിംഹങ്ങൾ തമ്മിൽ പരസ്പരം കടിച്ചു കീറാൻ എന്നോണം എന്ത് ചെയ്യാൻ യുദ്ധം ചെയ്യുകയാണ്. അപ്പോഴേക്കും ചിലപ്പോ വന്നിട്ട് അവര് നേരെ വായുവിൽ ഉയർന്ന് യുദ്ധം ചെയ്യും, ചിലപ്പോ താഴെ നിന്ന് യുദ്ധം ചെയ്യും, ചിലപ്പോൾ ചുറ്റിക്കറങ്ങിക്കൊണ്ട് യുദ്ധം ചെയ്യും. ഇവര് രണ്ടുപേരും അതിഭീകരമായിട്ടുള്ള യുദ്ധം. അപ്പോഴേക്കും ആകാശത്ത് ദേവന്മാർ വരെ വന്നു. ഇവർ രണ്ടും സാധാരണ വ്യക്തികളല്ല, ഒന്ന് ഇന്ദ്രന്റെയും ഒന്ന് സൂര്യന്റെയും മകനാണ്. അതുകൊണ്ട് തന്നെ ആ യുദ്ധം എന്ന് പറയുന്നത് സാധാരണ യുദ്ധവുമല്ല. ഇവരുടെ യുദ്ധം കാണാൻ വേണ്ടിയിട്ട് ആകാശത്ത് ദേവന്മാർ വന്നു. താഴെ ഇതെല്ലാം ഈ ആക്രോശവും നിലവിളിയും എല്ലാം കേട്ടിട്ട് എന്ത് ചെയ്യുന്നു, കിഷ്കിന്ധയിലെ ആൾക്കാരെല്ലാം വന്നു നിന്നു. വളരെ അക്ഷമരായിട്ട് എന്താണ് സംഭവിക്കുന്നത്, എന്തിനാണ് ഇവർ വീണ്ടും രണ്ടാമത് യുദ്ധം ചെയ്യുന്നത് എന്ന് ചിന്തിച്ചുകൊണ്ട് അവരും അവിടെ വന്നു നിന്നു. അത് വന്നിട്ട് ഒരു ചോരക്കളമായി മാറി എന്ന് വേണമെങ്കിൽ പറയാം. അവിടെയും ഇവിടെയും വന്നിട്ട് ചോര തെറിച്ചു വീഴുന്നു. അവരുടെ രണ്ടുപേരുടെയും ശരീരത്തില് ആഴത്തിലും മുറിവുകളും ചതവുകളും ഒക്കെ, അതിൻ്റെ അകത്തു നിന്നും ചോരയും ഒക്കെ ഒലിച്ചുകൊണ്ടേയിരിക്കുകയാണ്. പക്ഷെ ഇതൊന്നും വന്നിട്ട് അവര് യുദ്ധം നിർത്തുന്നില്ല. അവര് ചാടി ഉയർന്നും മരങ്ങൾ പറിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും ഇടിച്ചും ചവിട്ടിയും അടിച്ചും ഒക്കെ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കൈ കൊണ്ട് യുദ്ധം ചെയ്ത് തളർന്നു കഴിയുമ്പോൾ അവർ കാലുകൊണ്ട് യുദ്ധം ചെയ്യും. ഒരു കാലം കൊണ്ട് മറ്റുള്ള ആളെ ഇടിച്ച് ചവിട്ടാൻ വേണ്ടി നോക്കും, രണ്ട് കാലെടുത്ത് ചവിട്ടാൻ വേണ്ടി നോക്കും. കാലം തളർന്നു കഴിയുമ്പോഴത്തേനും വാലുകൊണ്ട് യുദ്ധം ചെയ്യും. വാലുകൊണ്ട് ചുറ്റി ഞെരുക്കി കൊല്ലാൻ വേണ്ടിയൊക്കെ ശ്രമിക്കും. ഇങ്ങനെ യുദ്ധം ചെയ്തുകൊണ്ടിരുന്നു. അവരുടെ ശരീരത്തിലെ എല്ലുകളൊന്നും ഓടിയാൻ വന്നിട്ട് ബാക്കിയില്ലാത്ത അവസ്ഥയിലായി യുദ്ധം വളരെയധികം കൊടുമ്പിരി കൊണ്ടുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് സുഗ്രീവന്റെ ശക്തി ക്ഷയിക്കാൻ തുടങ്ങി. വാലിയുടെ ശരീരത്തിൽ അണിഞ്ഞിരിക്കുന്ന ആ രത്നത്തിന്റെ പവറാണ് വന്നുകൊണ്ടിരിക്കുന്നത്. സുഗ്രീവന് ശരീരം ക്ഷയിക്കുന്നത് പോലെ തോന്നി. സുഗ്രീവന് എഴുന്നേറ്റ് നിൽക്കാൻ പോലും ക്ഷീണിതനായ പോലെ തോന്നി. ശക്തിയെല്ലാം ക്ഷയിക്കുന്നത് പോലെ സുഗ്രീവന്റെ പകുതി ശക്തി വാലിക്ക് വന്നു ചേർന്നു. കഴുത്തിലണിഞ്ഞിരിക്കുന്ന ആ മാലയുടെ പവറാണ് സുഗ്രീവന് മനസ്സിലായി. ഇതിന് വേദന കൊണ്ട് ഞരങ്ങാൻ തുടങ്ങിയപ്പോഴാണ് സുഗ്രീവന് മനസ്സിലായത്, താൻ വന്നിട്ട് ഈ പ്രകാരം വേച്ച് പോവുകയാണ്. എണീറ്റ് നിൽക്കാൻ പറ്റുന്നില്ല. സുഗ്രീവൻ എണീറ്റ് നിൽക്കാൻ പറ്റാതെ വേച്ച് പോവുകയാണ്. ആ സമയത്തും ഇതുവരെ ആരും രക്ഷിക്കാൻ എത്തിയില്ലല്ലോ എന്ന് അപ്പോഴാണ് സുഗ്രീവന്
തോന്നിയത്. ഇത്ര നേരം അത് ചിന്തിക്കാൻ പോലും സുഗ്രീവന് പറ്റുന്നുണ്ടായിരുന്നു. അത്രയ്ക്ക് ആത്മവിശ്വാസമാണ് സുഗ്രീവൻ ഉണ്ടായിരുന്നത്. സുഗ്രീവൻ പിന്തിരിഞ്ഞു നോക്കിയതും ആരെയും കാണുന്നില്ല എന്ന് സുഗ്രീവൻ നോക്കുന്നു. രാമചന്ദ്രമൂർത്തിയെ വളരെ കാഷ്വൽ ആയിട്ട് അവിടെ നിൽക്കുന്നത് പോലെയാണ് സുഗ്രീവൻ തോന്നുന്നത്. എന്ത് ചെയ്യുകയാണ്? ഹരേ കൃഷ്ണ. കേൾക്കാമോ പ്രഭു? ഓക്കെ. സുഗ്രീവൻ എന്ത് ചെയ്യുകയാണ്? തിരിഞ്ഞു നോക്കുകയാണ്. തിരിഞ്ഞു നോക്കുമ്പോ സുഗ്രീവൻ എന്ത് ചെയ്യുന്നു? ആരെങ്കിലും കാണുന്നുണ്ടോ? രാമചന്ദ്രമൂർത്തിയെ കാണുന്നുണ്ട്. പക്ഷേ രാമചന്ദ്രമൂർത്തിക്ക് എന്താണ് കാഷ്വൽ ആയിട്ട് രാമചന്ദ്രമൂർത്തിക്ക് വലിയ സീരിയസ്നെസ് ഒന്നും കാണുന്നില്ല. അവിടെ ഇരിക്കുന്ന ആൾക്കാർക്കും അതേപോലെ തന്നെയാണ്. അടുത്ത നിമിഷം എന്താ സംഭവിക്കുന്നതെന്ന് അറിയാമോ? വാലി ഇതെല്ലാം കണ്ടിട്ട് ഒരു മിനിറ്റ്. വാലി ഈ സുഗ്രീവന്റെ ഭാവമാറ്റം വേദനയും ഒക്കെ കണ്ടിട്ട് എന്ത് ചെയ്യുന്നു? സുഗ്രീവനെ ഒരു കൈ കൊണ്ട് സുഗ്രീവന്റെ കഴുത്തിന് കയറി പിടിച്ചു. അടുത്ത രണ്ടാമത്തെ കയ്യിൽ സുഗ്രീവന്റെ അരയ്ക്ക് പിടിച്ചിട്ട് ഒറ്റ പൊക്കൻ ആ ഭൂമിയിൽ നിന്ന് ആകാശത്തേക്ക് ഉയർത്തിയെടുത്തു. ഒറ്റ എഫർട്ടിൽ തന്നെ, എഫർട്ട്ലെസ് ആയിട്ട് എന്ത് ചെയ്തു? സുഗ്രീവനെ ഉയർത്തിയെടുത്തു. എന്നിട്ട് ആകാശത്ത് വെച്ച് ഒന്ന് വട്ടം കറക്കിയിട്ട് വളരെ ഒരു കൊലച്ചിരി എന്ന് പറയാം, അതുപോലുള്ള ഭയങ്കര ഒരു നീചമായിട്ടുള്ള ഒരു ചിരിയും ചിരിച്ചിട്ട് അടുത്ത് കണ്ട സുഗ്രീവൻ ഒറ്റ പ്രാവശ്യം നോക്കിയുള്ളൂ. എങ്ങോട്ടാണ് വാലി നോക്കുന്നത്? എന്താണ് വാലിയുടെ ഉദ്ദേശം എന്ന്. അപ്പോഴാണ് സുഗ്രീവന് മനസ്സിലായത് എന്താണ് ഉദ്ദേശം. വാലി അടുത്ത് കണ്ട ആ വലിയ ഒരു പാറക്കല്ലിലേക്ക് തന്റെ തല എടുത്ത് അതിനെ തകർത്ത് തന്നെ കൊല്ലാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്. സുഗ്രീവൻ പേടിച്ചു. മേലെ ആകാശത്തു നിന്ന് സുഗ്രീവൻ സ്ട്രഗിൾ ചെയ്ത് രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കുമ്പോഴേക്കും സുഗ്രീവൻ എന്ത് ചെയ്യുന്നു? പേടിച്ചുപോയി. അപ്പൊ സുഗ്രീവൻ നെഞ്ചിടിച്ചുകൊണ്ട് ചിന്തിക്കുകയാണ്, രാമചന്ദ്രമൂർത്തി എന്താണ് ഒന്നും ചെയ്യാത്തത്. ആ സമയത്ത് അവിടെ കണ്ടുകൊണ്ടിരുന്ന ആൾക്കാരിലും വന്നിട്ട് ആങ്സൈറ്റി, എന്തുവാണ്, ആശങ്കയേറുകയാണ്. സുഗ്രീവൻ മേലെ ആകാശത്ത് നിൽക്കുകയാണ് വാലിയുടെ പിടിയിൽ. സുഗ്രീവന്റെ തല അടുത്ത നിമിഷം തകർന്നു പോയേക്കാം. മരണത്തിന്റെ വക്കിൽ നിൽക്കുകയാണ് സുഗ്രീവൻ. എന്നിട്ട് സുഗ്രീവന്റെ കഴുത്തിലുണ്ടായിരുന്ന ഐഡന്റിഫിക്കേഷൻ ഗാർലൻഡ് ആദ്യത്തെ സെക്കൻഡ് തന്നെ വാലി പൊട്ടിച്ച് കളയുകയും ചെയ്തു. രാമചന്ദ്രമൂർത്തിക്ക് ഇനി എങ്ങനെയാണ് ഇവരെ തിരിച്ചറിയാൻ പറ്റുക? അട്ടഹസിച്ചുകൊണ്ട് ആ സുഗ്രീവനെ ആകാശത്തില് മരണാസന്നനായിട്ട് കാണുമ്പോ അവരുടെ കൂട്ടുകാരെല്ലാം, സുഗ്രീവന്റെ കൂട്ടുകാരെല്ലാം വന്നിട്ട് ആശങ്കയോടെ ഇരിക്കുകയാണ്. രാമചന്ദ്രമൂർത്തി എന്താണ് ഒന്നും ചെയ്യാത്തത്? അദ്ദേഹം വാക്ക് മാറ്റുമോ വീണ്ടും എന്ന് ചിന്തിച്ചുകൊണ്ട് പേടിച്ചിരയ്ക്കുമ്പോ പെട്ടെന്ന് ഇടിമുഴക്കം പോലുള്ള ഒരു ശബ്ദം കേട്ടു. തണ്ടർ ബോൾട്ട്, ഇടിമുഴക്കം വന്നിട്ട് പെട്ടെന്ന് വരുന്നത് പോലെ അനേകം പറവകൾ ഒരുമിച്ച് പറന്നു പോകുന്നത് പോലെ ഒരു സ്വിഷിംഗ് സൗണ്ടും കേട്ടു. അപ്പോഴേക്കും വാലിയുടെ ആ അലർച്ച, അട്ടഹാസം, ആ കൊലച്ചിരി എന്ന് പറയുന്നത് പെട്ടെന്ന് നിന്നു. സുഗ്രീവനെ മേലെ വെച്ച് ഉയർത്തി പിടിച്ചുകൊണ്ടിരുന്ന വാലി എന്ത് ചെയ്യുന്നു? വേൽക്കുന്നു. വേച്ചിട്ട് സുഗ്രീവനെ താഴെ ഇടുന്നു. വാലി പെട്ടെന്ന് ഈ അലർച്ച നിന്നത് എന്തുകൊണ്ടാണെന്ന് പോലും ആൾക്കാർക്ക് മനസ്സിലായില്ല. വാലി പെട്ടെന്ന് പിന്നിലേക്ക് മറിഞ്ഞ് മലർന്നടിച്ചു വീണു. എല്ലാവരും വായും തുറന്നു നിൽക്കുമ്പോ സുഗ്രീവന് പോലും മനസ്സിലായില്ല എന്താണ് സംഭവിച്ചത് എന്ന്. ആർക്കും മനസ്സിലായില്ല എന്താണ് പെട്ടെന്ന് തങ്ങളുടെ രാജാവിന്, യുദ്ധം ചെയ്തുകൊണ്ടിരുന്ന തങ്ങളുടെ രാജാവിന് സംഭവിച്ചത് എന്ന് ആർക്കും മനസ്സിലായില്ല. സുഗ്രീവന് പോലും മനസ്സിലായില്ല. ആകെപ്പാടെ സുഗ്രീവൻ വാലിയെ നോക്കുമ്പോ എന്താണ് കാണുന്നത്? വാലിയുടെ ഹൃദയഭാഗത്ത് ഒരു സ്വർണ്ണ നിറത്തിലുള്ള അമ്പ് തറച്ചിരിക്കുന്നതായിട്ട് കാണും. കൂടെ തൊട്ടടുത്ത് രാമചന്ദ്രമൂർത്തിയുടെ കൂടെ നിന്ന ആ കുരങ്ങന്മാർക്ക് പോലും, ആ വാനരന്മാർക്ക് പോലും എപ്പോഴാണ് രാമചന്ദ്രമൂർത്തി ആവനാഴിയിൽ നിന്നും അമ്പ് എടുത്തതെന്നോ അതിനെ തന്റെ ആ സുവർണ നിറത്തിലുള്ള ആ ശരത്തിൽ ചാപത്തിൽ ബന്ധിച്ചതെന്നോ എപ്പോഴാണ് അതിനെ സ്വതന്ത്രമാക്കിയതെന്നോ ഒന്നും ആരും കണ്ടില്ല. അത്രയധികം പെർഫെക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നു? അവരുടെ രാജാവിന്റെ ഹൃദയത്തിൽ തറച്ചു നിൽക്കുന്ന ആ സ്വർണ്ണ ശരത്തെ
കണ്ടപ്പോഴാണ് അവർക്ക് മനസ്സിലായത് വാലി അമ്പേറ്റ് വീണിരിക്കുന്നു. ആരോ ആ സ്വർണ്ണ നിറത്തിലുള്ള അസ്ത്രം വാലിയുടെ ഹൃദയം തുളച്ച്, നെഞ്ചു തുളച്ച്, എത്ര പോകാമോ അത്രയും തുളച്ച്, ഇനി പോകാൻ സ്ഥലമില്ലാത്ത പോലെ പിറകിൽ വന്ന് അതിന്റെ ചലനം നിലച്ചു. വാലിയുടെ നെഞ്ചില് ആ ഒരു സ്വർണ്ണ ശരം വന്നിട്ട് തറച്ച് വാലി എന്ത് ചെയ്യുന്നു? അത്രയധികം വേദനയോടുകൂടി വാലി വീണു. ശരീരമാകെ രക്തവും വിയർപ്പും കൊണ്ട് കുളിച്ച് വാലി അനക്കം ഇല്ലാതെ കിടന്നു. അശോകമരം, വളരെ വലിയതായിട്ട് വളരെ വിസ്തൃതമായിട്ട് നിന്നിരുന്ന അശോകമരം പെട്ടെന്ന് ഒരു കൊടുങ്കാറ്റേറ്റ് ചാഞ്ഞു വീഴുന്നത് പോലെ, ഇന്ദ്രന്റെ വിജയ പതാക, ആ വിജയക്കൊടി അതിന്റെ കീഴഭാഗത്ത് നിന്ന് അറ്റ് താഴെ പോയതുപോലെ വാലി അങ്ങനെ നിലത്ത് വീണു, മലർന്നടിച്ചു. അങ്ങനെ വീണുവെങ്കിലും വാലിയുടെ ഗാംഭീര്യമോ അദ്ദേഹത്തിന്റെ ശരീരത്തിന്റെ ശോഭയോ ഒന്നും നശിച്ചില്ല. കൂടുതൽ ഉജ്ജ്വലനായോ എന്ന് സ്വർണവർണ്ണത്തിലുള്ള ശരീരം, സ്വർണ്ണ നിറത്തിലുള്ള ആ അസ്ത്രമേറ്റ് അത് വീണ്ടും തിളങ്ങുന്നത് പോലെയാണ് തോന്നിയത്. അത്രയധികം ഉജ്ജ്വലമായിട്ടുള്ള ശരീരവും ആ കഴുത്തിൽ അണിഞ്ഞിരിക്കുന്ന രക്തത്തിന്റെ പ്രഭയും എല്ലാം ചേർന്ന് കൂടുതൽ ഉജ്ജ്വലനായ പോലെയാണ് ആർക്ക് തോന്നിയത്? വാലിയെ കണ്ടപ്പോൾ എല്ലാവർക്കും തോന്നിയത്. വാലി മനസ്സിലാക്കി എല്ലാം അവസാനിച്ചിരിക്കും. നിലനിൽപ്പിന് വേണ്ടിയുള്ള അധികാരത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ ശ്രമങ്ങളും അവസാനിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കി വാലി കണ്ണടച്ചു. മനസ്സിനെ ശാന്തമാക്കി. ശരീരത്തിലും മനസ്സിലും ഉണ്ടായിരുന്ന വെറുപ്പും വിദ്വേഷവും എല്ലാം നിർത്തി, തീർന്നു, അവസാനിച്ചു. ആകപ്പാടെ ഒരേ ഒരു ചിന്ത മാത്രം, ആരാണ് അജയ്യനായ തന്നെ ഒരൊറ്റ അസ്ത്രം കൊണ്ട് നിലത്ത് വീഴ്ത്താൻ വേണ്ടിയിട്ട് അത്രയധികം ശക്തിമാനായവൻ ആരാണ്? ഈ ചിന്ത വന്നതും വാലി സ്വന്തം നെഞ്ചിൽ തറച്ചിരിക്കുന്ന അമ്പിലേക്ക് നോക്കി. അതിനുള്ള ഉത്തരം ആ അമ്പിലുണ്ട് എന്ന് വാലിക്കറിയാം. കാരണം വിഖ്യാതരായിട്ടുള്ള ക്ഷത്രിയ രാജാക്കന്മാർ എന്ത് ചെയ്യും? അവരുടെ ശസ്ത്രത്തില് അല്ലെങ്കിൽ അവരുടെ ആയുധത്തില് തന്റെ പേര് ലേഖനം ചെയ്തു വെക്കും. ഈ ശത്രുവിനെ കൊന്നത് ആ പേര് കേട്ട വ്യക്തിയാണ് എന്ന് അറിയാൻ വേണ്ടിയിട്ട് സ്വന്തം ആയുധത്തിന്റെ മേലെയും അസ്ത്രത്തിന്റെ മേലെയും എന്ത് ചെയ്യും? ആലേഖനം ചെയ്യും സ്വന്തം നാമം. അപ്പൊ വാലിക്കറിയാം ഇത് ഈ അയച്ചിരിക്കുന്ന അമ്പ് വാലി പതുക്കെ വലിക്കാൻ തുടങ്ങി. അത്രയധികം വേദനയാണ്. അകത്ത് തുളഞ്ഞു കയറിയിരിക്കുന്ന ആ ഒരു ഹൃദയത്തിൽ തുളഞ്ഞു കയറിയിരിക്കുന്ന അമ്പിനെ പിടിച്ചു വലിക്കുക എന്നുള്ളത് അത്രയധികം കഠിനമായിട്ടുള്ള വേദന തരുന്നതാണെങ്കിലും വാലി എന്ത് ചെയ്യുന്നു? പതുക്കെ ആ അമ്പിനെ ഇങ്ങനെ പുറത്തേക്ക് കൊണ്ടുവരാൻ തുടങ്ങി. എപ്പോഴാണോ ആരോ പുറത്തേക്ക് വന്നതും ആരോയിൽ ആരുടെ നാമമായിരുന്നു വാലി കണ്ടത്? അതിനകത്ത് ആലേഖനം ചെയ്തിരുന്നു രാമം. വാലി ആ നാമം ഉച്ചരിച്ചതും വാലിയുടെ കണ്ണില് അറിയാതെ കണ്ണുനീര് വന്ന് നിറഞ്ഞു. ഒറ്റ പ്രാവശ്യം ആ നാമം ഉച്ചരിച്ചതേ ഉള്ളൂ. ആരുടെ അസ്ത്രമാണ് തന്റെ ശരീരത്തിൽ തറച്ചിരിക്കുന്നത് എന്ന് അറിയാൻ വേണ്ടിയിട്ട് അതിനെ വലിച്ചതും അതിൽ നോക്കിയതും ആ സ്വർണ്ണാസ്ത്രത്തിന്റെ ഉടമസ്ഥൻ അവകാശി ആരാണെന്ന് മനസ്സിലാക്കി രാമൻ എന്ന് പറഞ്ഞതും അദ്ദേഹത്തിന്റെ കണ്ണുകൾ നിറഞ്ഞു. രാമൻ എന്ന് ഒരു പ്രാവശ്യം പറഞ്ഞതേ ഉള്ളൂ. അദ്ദേഹം തൊട്ടു മുന്നിൽ തന്റെ വീണ് കിടക്കുന്ന വാലി നേരെ നോക്കുമ്പോ ആ കാട്ടിനുള്ളിൽ നിന്നും ഉജ്ജ്വലനായിട്ടുള്ള ഒരു വ്യക്തി മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നത് പോലെയാണ്. കിടന്ന സ്ഥലത്ത് നിന്നും കുറച്ച് ദൂരെയായിട്ട് ആ ഒരു ദിശയിലേക്ക് നോക്കിയപ്പോ അദ്ദേഹം ആ നിറഞ്ഞ കണ്ണുകൾക്കിടയിൽ കൂടെ കാണുകയാണ് എന്തോ ഒരു ഉജ്ജ്വലമായിട്ടുള്ള വ്യക്തിത്വം. ആ വ്യക്തിത്വം കണ്ടപ്പോഴേക്കും അദ്ദേഹത്തിന്റെ മുഖത്ത് പുഞ്ചിരിയും ഉണ്ടായി. അദ്ദേഹത്തിന്റെ കൈകൾ വന്നിട്ട് അറിയാണ്ട് കൂപ്പി പോവുകയും ചെയ്തു. അവിടെ അദ്ദേഹം കാണുന്നത് എന്താണ്? ഒരു സുവർണമായിട്ടുള്ള കോദണ്ഡം കയ്യിൽ ഏന്തിക്കൊണ്ട് മരവുരിയും മാൻതോലും ഉടുത്തുകൊണ്ട് ജടാചൂടനായിട്ട് ആ ശരീരത്ത് വന്നിട്ട് എന്താണ് ക്രോസ് ആയിട്ട് തന്റെ ശരീരത്തിൽ വന്നിട്ട് ആ ആവനാഴിയും ഏന്തിക്കൊണ്ട് ആരാണ്? മരതക വർണ്ണനായിട്ടുള്ള ഒരു വ്യക്തിത്വം, അതിസുന്ദരനായിട്ടുള്ള ഒരു വ്യക്തിത്വം. ആ ക്ഷത്രിയ രാജകുമാരൻ അല്ലെങ്കിൽ ആ ക്ഷത്രിയ കുമാരനെ കണ്ടതും എന്താണ്? അദ്ദേഹത്തിന്റെ നടത്തം സിംഹഗതിയോടുകൂടി
തുലനം ചെയ്യാൻ പറ്റുന്ന ഗാംഭീര്യത്തോടു കൂടിയുള്ള അദ്ദേഹം നടന്നു വരുന്നത് കണ്ടപ്പോഴേക്കും ബാലിയുടെ കണ്ണുകളും നിറഞ്ഞ് ബാലി കൈകുപ്പിപ്പോയി. അദ്ദേഹം വിളിച്ചു, ഒന്നുകൂടി രാമ എന്ന് വിളിച്ചു. ദേഷ്യത്തോടു കൂടി അല്ല വിളിച്ചത്, ആദരവോടു കൂടിയാണ് വിളിച്ചത്. എന്താണ്? രാമ എന്ന് വിളിച്ചു. ബാലി കണ്ടു ആരെ? രാമനെ. ലോകാഭിരാമം രണരംഗധീരം രാജീവനേത്രം രഘുവംശനാഥം കാരുണ്യരൂപം കരുണാകരം തം ശ്രീരാമചന്ദ്രം ശരണം പ്രപദ്യേ. രാമചന്ദ്രമൂർത്തിയെ കണ്ടപ്പോ വാലി പൂർണ്ണമായിട്ടും ശരണാഗതി അടഞ്ഞു. ഇപ്പോ കണ്ണു നിറഞ്ഞ് കൈകൂപ്പിയെങ്കിലും അദ്ദേഹം ഒന്നും ചോദിക്കാതെ ഈ ഒരു അമ്പ് അല്ലെങ്കിൽ ഈ ഒരു അസ്ത്രം കൊണ്ട് തന്റെ മരണം അക്സെപ്റ്റ് ചെയ്തു. അദ്ദേഹം ചോദിച്ചില്ല എങ്കിലും നമ്മൾക്ക് ചോദ്യങ്ങൾ ഉണ്ടാവും. രാമചന്ദ്രമൂർത്തി മര്യാദ പുരുഷോത്തമനാണ്. ഒളിഞ്ഞിരുന്ന് വാലിയെ അസ്ത്രം എയ്തത് അല്ലെങ്കിൽ അമ്പെയ്തത് എന്തിനാണ് എന്ന് നമുക്ക് ചോദ്യം ഉണ്ടാവില്ലേ? ആ ചോദ്യത്തിനുള്ള ഉത്തരം നമുക്ക് അടുത്ത ക്ലാസ്സിൽ കേൾക്കാം. വാലി ഇതേ ചോദ്യം തന്നെ രാമചന്ദ്രമൂർത്തിയോട് ചോദിക്കും. വാലി വാക്കുതർക്കത്തിൽ ഏർപ്പെടും. പക്ഷെ അവസാനം രാമചന്ദ്രമൂർത്തി എല്ലാത്തിനും ഉത്തരം പറയും. എല്ലാ ചോദ്യങ്ങൾക്കും വാലിയുടെ എല്ലാ തരത്തിലുമുള്ള ന്യായവും അന്യായവുമായിട്ടുള്ള എല്ലാ തരത്തിലുള്ള ആർഗ്യുമെന്റ്സിനും ആര് ഉത്തരം പറയും? രാമചന്ദ്രമൂർത്തി ഉത്തരം പറയും. അത് വാലിക്ക് വേണ്ടിയുള്ള ഉത്തരം മാത്രമല്ല, നമ്മൾക്കും കൂടെയുള്ള, നമ്മളുടെ മനസ്സിലുള്ള ചോദ്യത്തിനും കൂടെയുള്ള ഉത്തരമാണ്. മറിഞ്ഞിരുന്ന് വാലിയെ അമ്പെയ്തത് എന്തിനാണ് അല്ലെ? ഇതാണ് എല്ലാവരും ചോദിക്കുന്നത്. മര്യാദ പുരുഷോത്തമനായിട്ടുള്ള അങ്ങ്, ഭഗവാനായിട്ടുള്ള അങ്ങ് നേർക്കുനേർ യുദ്ധം ചെയ്യാതെ മറിഞ്ഞിരുന്ന് എന്തിനു യുദ്ധം ചെയ്തു? അപ്പോൾ ആ കഥ നമ്മൾക്ക് എപ്പോ കേൾക്കാം? അടുത്ത ആഴ്ച കേൾക്കാം. ഹരേ കൃഷ്ണ.